സ്മാർട്ട് ഫോൺ പോലെ ഇരിക്കുന്ന തന്നെ ഒരു ഹാർഡ്വെയർ വാളറ്റ് ആണെങ്കിൽ ഇത് അങ്ങനെ ഒരു ഹാർഡ്വെയർ വാളറ്റ് ആണ്. ആരാണ് ഒരു കാരണവശാലും ക്രിപ്റ്റോ വാങ്ങാൻ പാടില്ലാത്തത്? ഈ മെറ്റൽ കേസിന് ഏകദേശം 7,000-8,000 രൂപ വിലയുണ്ട്. ഇങ്ങനെ ഇൻവെസ്റ്റ് ചെയ്ത പണം മാത്രമല്ല, നമ്മുടെ പ്രൈവസിയും നമ്മുടെ മനസ്സമാധാനവും അക്കൗണ്ടിലുള്ള മൊത്തം പണവും ചിലപ്പോൾ നഷ്ടപ്പെട്ടേക്കാം. ക്രിപ്റ്റോയിൽ ഏറ്റവും കൂടുതൽ കാശ് ഉണ്ടാക്കിയിട്ടുള്ള ആളുകൾ ക്രിപ്റ്റോ സ്കാമേഴ്സ് ആണ്. നിങ്ങളുടെ ബാങ്ക് ബാലൻസ് കൃത്യമായിട്ട് അറിയാവുന്ന മറ്റ് ചില ആളുകളുണ്ട്. സ്റ്റോക്ക് മാർക്കറ്റിനെ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ക്രിപ്റ്റോ കറൻസി ബെറ്റർ ആണ്. ഇത് ഒരു ക്രെഡിറ്റ് കാർഡിന്റെ ഷേപ്പിലാണെന്നുണ്ടെങ്കിൽ പോലും ഇതിൽ ഒരു സ്ക്രീൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. സ്വർണത്തിനേക്കാളും ഡയമണ്ടിനേക്കാളും ഇനി ലോകത്തിലുള്ള എന്തിനേക്കാളും മൾട്ടിപ്പിൾ ടൈംസ് പൊട്ടൻഷ്യലി പെർഫോം ചെയ്യാൻ പോകുന്ന ഒരു അസറ്റ് ക്ലാസ്സിലേക്കുള്ള നിങ്ങളുടെ എൻട്രി ടിക്കറ്റാണ് ഇത്. ബട്ട് തെറ്റായ രീതിയിൽ നിങ്ങൾ ചെയ്താൽ പണവും സമയവും മാത്രമല്ല, നിങ്ങളുടെ പ്രൈവസി വരെ നഷ്ടപ്പെട്ടേക്കാം. ക്രിപ്റ്റോ വാങ്ങിക്കുക എന്ന് പറയുന്നതാണ് ക്രിപ്റ്റോയിൽ ഏറ്റവും എളുപ്പമുള്ള കാര്യം. അത് കൂടുതൽ മനസ്സിലാക്കുക, അതെങ്ങനെ സ്റ്റോർ ചെയ്യുക, മറ്റുള്ള കാര്യങ്ങളാണ് കൂടുതൽ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ. എല്ലാവർക്കും മനസ്സിലാവുന്ന പോലെയാണ് ഞാൻ ഈ വീഡിയോ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ക്രിപ്റ്റോയിലെ നിങ്ങളുടെ അറിവ് എത്ര കുറവാണെങ്കിൽ പോലും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ മാത്രം മതിയാവും. ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് ഈ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് ആദ്യം ഞാൻ പറയാം. 1. എന്താണ് ക്രിപ്റ്റോ? 2. സ്റ്റോക്ക് മാർക്കറ്റിനേക്കാൾ നല്ലൊരു ഓപ്ഷൻ ആണോ ക്രിപ്റ്റോ? ആണെങ്കിൽ എന്തുകൊണ്ട്? 3. സെക്യൂറായി നമ്മൾ ക്രിപ്റ്റോ വാങ്ങിയില്ലെങ്കിൽ ആ ക്രിപ്റ്റോ നഷ്ടപ്പെടുന്നതിനപ്പുറം നമുക്കുണ്ടാകാൻ പോകുന്ന വലിയ ഡാമേജസ് എന്തൊക്കെയാണ്? 4. ഇപ്പോൾ തന്നെ ക്രിപ്റ്റോയിൽ എൻ്റർ ചെയ്യാൻ നിങ്ങൾ ലേറ്റ് ആയോ? ഇനി ക്രിപ്റ്റോയിൽ എൻ്റർ ചെയ്തിട്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? 5. എങ്ങനെ ക്രിപ്റ്റോ വാങ്ങി തുടങ്ങാം? എങ്ങനെ അത് പ്രോപ്പറായിട്ട് സ്റ്റോർ ചെയ്യാം? 6. ക്രിപ്റ്റോ വാങ്ങുന്നതിനായിട്ട് നമുക്ക് എല്ലാവർക്കും ഫോളോ ചെയ്യാൻ പറ്റുന്ന ഒരു സ്ട്രാറ്റജിക് ഗെയിം പ്ലാൻ. ഞാനിതെല്ലാം എക്സ്പ്ലെയിൻ ചെയ്തതിന് ശേഷം ആരാണ് ഒരു കാരണവശാലും ക്രിപ്റ്റോ വാങ്ങാൻ പാടില്ലാത്തത് എന്നും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. ഇതെല്ലാം ശ്രദ്ധിച്ച് കേട്ടിട്ട് നിങ്ങൾ ആ കാറ്റഗറിയിലാണോ പെടുന്നത് എന്നും മനസ്സിലാക്കുക. ഞാനിപ്പോൾ ഈ പറഞ്ഞ പോയിന്റ്സിലെല്ലാം നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ ഈ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. ഈ വീഡിയോ ഒരു ഫിനാൻഷ്യൽ അഡ്വൈസ് അല്ല, ഇത് പ്യുവർലി ഒരു എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി ചെയ്ത വീഡിയോ ആണ്. നിങ്ങൾ നിങ്ങളുടെ പണം എവിടെ ഇടുന്നതിന് മുമ്പും കൃത്യമായിട്ടുള്ള റിസർച്ച് ചെയ്തതിന് ശേഷം മാത്രം പണം ഇൻവെസ്റ്റ് ചെയ്യുക. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനലിലേക്ക് വരുന്നതെങ്കിൽ വെൽക്കം ഹോം. അപ്പോൾ ഞാൻ ഈ ചാനൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ റെഡിലി അപ്ലൈ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുക എന്നുള്ളതാണ്. മറ്റൊരു കാര്യം, ഈ ചാനലിൽ വന്ന് നിങ്ങളുടെ സമയം ഒരിക്കലും നഷ്ടമാവില്ല എന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരുന്നു. ഞാനിവിടെ ചെയ്യുന്നത് നമ്മളെപ്പോലുള്ള സാധാരണക്കാരുടെ ലൈഫും ഫിനാൻസും ബെറ്റർ ആക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വീഡിയോസ് ചെയ്യുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ടീമിന്റെ ഭാഗമാവാൻ ശ്രമിക്കുക. ഫസ്റ്റ് ഓഫ് ഓൾ, പല ആളുകളും പറയും ക്രിപ്റ്റോ ഒരു വലിയ ഇൻവെസ്റ്റ്മെന്റ് ആണ് എന്ന്. പക്ഷേ നമ്മൾ എല്ലാ കാലഘട്ടത്തിലും ആളുകളുടെ സൈക്കോളജി, അതായത് മനുഷ്യരുടെ സൈക്കോളജി നോക്കിക്കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു കാര്യത്തിന്റെ വാല്യൂ ഭാവിയിൽ അപ്രിഷിയേറ്റ് ചെയ്യും, അതല്ലെങ്കിൽ മുകളിലോട്ട് പോകും എന്ന് തോന്നിയാൽ തന്നെ അപ്പം തന്നെ അതൊരു ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന ഒരു സ്വഭാവം മനുഷ്യർക്കുണ്ട്. ഫോർ എക്സാമ്പിൾ ലാൻഡ്, റിയൽ എസ്റ്റേറ്റ്, ഗോൾഡ്, സ്റ്റോക്ക് മാർക്കറ്റ്, ഫോറിൻ കറൻസീസ്, കമ്പനി ഷെയർസ്, ഇതെല്ലാം നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് ആക്കി കൺവേർട്ട് ചെയ്തു. ക്രിപ്റ്റോയും ഇതേപോലെ തന്നെയായിരുന്നു. ക്രിപ്റ്റോ ആദ്യം ഡെവലപ്പ് ചെയ്ത സമയത്ത് ഇതൊരു ഇൻവെസ്റ്റ്മെന്റ് എന്നുള്ള രീതിയിലായിരുന്നില്ല ഡെവലപ്പ് ചെയ്തത്. പക്ഷേ പിന്നീട് ആളുകൾ ഇതിന്റെ വാല്യൂ മനസ്സിലാക്കുകയും ഇതിന് ഭാവിയിൽ ഒരുപാട് വാല്യൂ കൂടാനുള്ള ചാൻസസ് ഉണ്ട് എന്ന് മനസ്സിലാക്കുകയും ചെയ്തതിന് ശേഷം ഇത് ഒരു ഇൻവെസ്റ്റ്മെന്റ് എന്ന രീതിയിൽ കൂടെ ആളുകൾ കാണാൻ തുടങ്ങി. പക്ഷേ ഇതൊരു ഇൻവെസ്റ്റ്മെന്റ് ആയിരുന്നില്ലെങ്കിൽ ഇത് ആദ്യം തുടങ്ങാനുണ്ടായിരുന്ന പർപ്പസ്, അതല്ലെങ്കിൽ ഇത് തുടങ്ങാനുണ്ടായിരുന്ന മോട്ടീവ് എന്തായിരുന്നു? ഈ ക്രിപ്റ്റോ ഡെവലപ്പ് ചെയ്തതിന്റെ മെയിൻ ഐഡിയ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടു എസ്കേപ്പ് ദ സെൻട്രലൈസ്ഡ് സിസ്റ്റം. ഈ സെൻട്രലൈസ്ഡ് സിസ്റ്റത്തിൽ നിന്നും എസ്കേപ്പ് ചെയ്യുക എന്നുള്ളൊരു ഐഡിയയോട് കൂടിയാണ് ക്രിപ്റ്റോ ആദ്യം ഡെവലപ്പ് ചെയ്തത്. പക്ഷേ എന്താണ് ഈ സെൻട്രലൈസ്ഡ് സിസ്റ്റം? അത് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ഞാൻ നിങ്ങളുടെ അടുത്ത് ഒരു പേഴ്സണൽ ക്വസ്റ്റ്യൻ ചോദിക്കാം. നിങ്ങളുടെ ബാങ്ക് ബാലൻസ്, നിങ്ങളുടെ അക്കൗണ്ടിൽ എത്ര രൂപ ബാക്കിയുണ്ട് എന്നറിയാവുന്ന എത്ര ആളുകളുണ്ട്? ഈ ചോദ്യത്തിൻ്റെ ഉത്തരവായിട്ട് നിങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ പാർട്ട്ണറിൻ്റെ പേര് പറയും, അതല്ലെങ്കിൽ നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ പാരൻസ്, ഇതൊക്കെ ആയിരിക്കും അല്ലേ. പക്ഷേ ഇവരൊന്നും അല്ലാതെ നിങ്ങളുടെ ബാങ്ക് ബാലൻസ് കൃത്യമായിട്ട് അറിയാവുന്ന മറ്റ് ചില ആളുകളുണ്ട്. നിങ്ങളുടെ ബാങ്ക് മാനേജർ, അതല്ലെങ്കിൽ നിങ്ങളുടെ ബാങ്കിലുള്ള ചില എക്സിക്യൂട്ടീവ്സ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യക്ക് നിങ്ങളുടെ ഡാറ്റയിൽ ആക്സസ് ഉണ്ട്. അതേപോലെ തന്നെ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ്, ഇതേപോലെ പല ഏജൻസികൾക്കും പല ആളുകൾക്കും നിങ്ങളുടെ ഡാറ്റയിൽ ആക്സസ് ഉണ്ട്. നിങ്ങളുടെ ഈ ഡാറ്റ വേറെ ആരും ഷെയർ ചെയ്യരുത് എന്ന് നിങ്ങൾക്ക് നിർബന്ധം ഉണ്ടെങ്കിൽ പോലും ഇതൊരിക്കലും നടക്കില്ല. കാരണം നിങ്ങളുടെ ID, നിങ്ങളുടെ അഡ്രസ്, നിങ്ങളുടെ ഫോൺ നമ്പർ, ഇതെല്ലാം നിങ്ങളുടെ ബാങ്കുമായിട്ടും നിങ്ങളുടെ പാൻ കാർഡുമായിട്ടും എല്ലാം കണക്റ്റഡ് ആണ്. ഇതിൻ്റെ ഏറ്റവും വലിയൊരു എക്സാമ്പിൾ, നിങ്ങളുടെ നാട്ടിൽ ഒരു 5 ലക്ഷം രൂപയ്ക്കോ 10 ലക്ഷം രൂപയ്ക്കോ FD ഇട്ടിട്ടുണ്ടെങ്കിൽ അത് മെച്യൂർ ആവുന്നതിന് 2 ദിവസം മുമ്പ് തന്നെ അവിടുന്ന് ഒരു എക്സിക്യൂട്ടീവ് നിങ്ങളെ വിളിച്ചിട്ട് പറയും, സർ നിങ്ങളുടെ FD മെച്യൂർ ആകാൻ പോകുന്നു, നിങ്ങൾ റീഇൻവെസ്റ്റ് ചെയ്യുവാണോ പ്ലാൻ, അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആണോ നിങ്ങളുടെ പ്ലാൻ എന്ന്. അപ്പോൾ ബാങ്ക് മാനേജർക്ക് മാത്രമല്ല അവിടെയുള്ള പല എക്സിക്യൂട്ടീവ്സിനും ഈ ഇൻഫർമേഷൻ കിട്ടാറുണ്ട്. അപ്പോൾ ഇതിനെയാണ് നമ്മൾ സെൻട്രലൈസ്ഡ് സിസ്റ്റം എന്ന് പറയുന്നത്. അതായത് പല ഡിപ്പാർട്ട്മെന്റും ഹാൻഡിൽ ചെയ്യുന്നത് ഒരു അറ്റ്മോസ്റ്റ് അതോറിറ്റിയാണ്. നമ്മൾ ബാങ്കിന്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ അവിടെ RBI ആണ്. ഇനി നിങ്ങൾ സ്റ്റോക്ക് മാർക്കറ്റിൽ അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്, അവിടെ SEBI ആണ് സെൻട്രൽ അതോറിറ്റി. ഇനി നിങ്ങൾ ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്താലും മറ്റെവിടെ ഇൻവെസ്റ്റ് ചെയ്താലും നിങ്ങൾക്ക് കിട്ടുന്ന സാലറി ആണെങ്കിൽ പോലും ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിന് അതിന്റെ ഡാറ്റയിൽ ആക്സസ് ഉണ്ട്. ഇതാണ് സെൻട്രലൈസ്ഡ് സിസ്റ്റം. നിങ്ങളുടെ സാലറി ആണെങ്കിലും നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് ആണെങ്കിലും നിങ്ങളുടെ പണം ആണെങ്കിൽ പോലും ആ ഡാറ്റയിലോട്ട് ആക്സസ് ഉള്ള പല ഏജൻസികളും. ഈ സെൻട്രലൈസ്ഡ് സിസ്റ്റത്തിൽ നിന്നും എസ്കേപ്പ് ചെയ്തുകൊണ്ട്
നമ്മുടെ എല്ലാ ഡീറ്റെയിൽസും നമ്മുടെ എല്ലാ ഇൻവെസ്റ്റ്മെൻറ്റും നമ്മുടെ തന്നെ കൺട്രോളിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്ന ഒരു സിസ്റ്റമായിരുന്നു ഈ ഡീസെൻട്രലൈസ്ഡ് സിസ്റ്റം. അപ്പോൾ ഇതിനു വേണ്ടിയിട്ടാണ് ബേസിക്കലി ക്രിപ്റ്റോ എന്ന് പറയുന്ന ഒരു ഐഡിയ തന്നെ ആദ്യമായിട്ട് ഡെവലപ്പ് ചെയ്തുകൊണ്ട് വന്നത്. ആദ്യമായിട്ട് ഡെവലപ്പ് ചെയ്ത ക്രിപ്റ്റോ ബിറ്റ്കോയിൻ ആണ് എന്ന് എല്ലാവർക്കും അറിയായിരിക്കും. ലോകത്തിലെ തന്നെ ഏറ്റവും വാല്യൂ ഉള്ള ഏറ്റവും ആദ്യത്തെ ക്രിപ്റ്റോ ബിറ്റ്കോയിൻ ആണ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ കൂടുതൽ ഡെപ്തിൽ ഇത് മനസ്സിലാക്കാനായിട്ട് വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, ഈ ബിറ്റ്കോയിൻ ഡെവലപ്പ് ചെയ്ത അതല്ലെങ്കിൽ ആദ്യത്തെ ക്രിപ്റ്റോ ഡെവലപ്പ് ചെയ്ത ആളുകളുടെ ജേർണി നമുക്ക് ഒരുമിച്ച് ഒന്ന് ചെയ്തു നോക്കാം. നമുക്ക് ക്രിപ്റ്റോ എന്ന് പറയുന്ന ഒരു ബ്രോഡ് ടോപ്പിക്കിലൂടെ ആദ്യം ട്രാവൽ ചെയ്തിട്ട് ബിറ്റ്കോയിനെ തന്നെ എക്സാമ്പിൾ ആക്കിക്കൊണ്ട് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാം. സോ നമുക്ക് ആദ്യം അസ്യൂം ചെയ്യാം നമ്മൾ ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകളാണ്, നമ്മൾ ഏകദേശം 100 പേരുണ്ട്, ഏകദേശം അല്ല കൃത്യമായിട്ട് നമ്മൾ 100 പേരുണ്ട് എന്നും കരുതുക. അപ്പോൾ നമ്മൾ ഈ സെൻട്രലൈസ്ഡ് സിസ്റ്റത്തിനെ എസ്കേപ്പ് ചെയ്യാനായിട്ട് നമ്മളൊരു ഡീസെൻട്രലൈസ്ഡ് സിസ്റ്റം ഡെവലപ്പ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം, നമുക്ക് എല്ലാവർക്കും ഒരു അക്കൗണ്ട് നമ്പർ വേണം. ഈ അക്കൗണ്ട് നമ്പർ എല്ലാവർക്കും പ്രൈവറ്റ് ആയിരിക്കണം. അത് മാത്രമല്ല ആ അക്കൗണ്ട് നമ്പർ ഹോൾഡ് ചെയ്യുന്നത് ഞാനാണ് എന്ന് മറ്റു 99 പേരും അറിയാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് വേണ്ടിയിട്ട് ഒരു പബ്ലിക് കീയും പ്രൈവറ്റ് കീയും ഡെവലപ്പ് ചെയ്തു. അതേപോലെ തന്നെ ഈ 99 പേർക്കും അവർക്ക് വേണ്ടിയിട്ട് ഓരോ പ്രൈവറ്റ് കീയും പബ്ലിക് കീയും ഡെവലപ്പ് ചെയ്യാം. ഈ കീ എന്ന് പറഞ്ഞാൽ നമ്പർ എന്ന് മാത്രം ഉദ്ദേശിച്ചാൽ മതി. ഫോർ എക്സാമ്പിൾ, എൻ്റെ പബ്ലിക് കീ 1 2 3 4 5 ആയിരിക്കും. എൻ്റെ പ്രൈവറ്റ് കീ 1 2 3 4 5 6 7 ABCDEFG ആയിരിക്കാം. മറ്റുള്ളവരുടെ മറ്റൊരു നമ്പർ ആയിരിക്കാം. ഈ പ്രൈവറ്റ് കീ എന്ന് പറയുന്നത് നമ്മുടെയൊക്കെ ബാങ്ക് അക്കൗണ്ടിൻ്റെ പിൻ നമ്പർ പോലെയാണ്. ഇത് മറ്റൊരാളുമായിട്ട് നമ്മൾ ഷെയർ ചെയ്യാൻ പാടില്ല. ഞാൻ ഈ പിൻ കോഡ് അടിച്ചിട്ടാണ് എൻ്റെ ഈ അക്കൗണ്ടിൽ എന്തൊക്കെയുണ്ട് എനിക്ക് അതിലേക്ക് കയറിയിട്ട് മറ്റൊരാൾക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കണമെങ്കിൽ, അതല്ലെങ്കിൽ അതിൽ നിന്ന് പണം വിഡ്രോ ചെയ്യണമെങ്കിൽ, ഇതിനൊക്കെ ഞാൻ ഉപയോഗിക്കുന്നതാണ് ഈ പ്രൈവറ്റ് കീ. ഇത് മറ്റൊരാളുമായിട്ടും ഞാൻ ഷെയർ ചെയ്യാൻ പാടില്ല. പക്ഷെ നമ്മുടെ പബ്ലിക് കീ എന്ന് പറയുന്നത് നമ്മുടെ അക്കൗണ്ട് നമ്പർ പോലെയാണ്. അത് നമുക്ക് ആരുമായിട്ടും ഷെയർ ചെയ്യാം. കാരണം അവർക്ക് ഇങ്ങോട്ട് പൈസ അയക്കണമെങ്കിൽ നമ്മൾ നമ്മുടെ അക്കൗണ്ട് നമ്പർ കൊടുക്കുന്നത് പോലെ ഈ പബ്ലിക് കീ നമ്മൾ അവർക്ക് കൊടുക്കും. ആൻഡ് വളരെ മേജറായിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ ഈ പ്രൈവറ്റ് കീയുമായിട്ടോ പബ്ലിക് കീയുമായിട്ടോ എൻ്റെ ഐഡൻറ്റിറ്റി ഞാൻ അറ്റാച്ച് ചെയ്തിട്ടില്ല. അതായത് തുടങ്ങുന്ന സമയത്ത് ആരും നമ്മുടെ ഒരു ഐഡൻറ്റിറ്റി, അതായത് എൻ്റെ പാൻ കാർഡോ എൻ്റെ ആധാർ കാർഡോ ഒന്നും അറ്റാച്ച് ചെയ്തിട്ടല്ല ഈ നമ്പർ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് റാൻഡമായിട്ട് ഞാൻ ഉണ്ടാക്കിയ ഒരു നമ്പറാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ പ്രൈവറ്റ് കീയോ പബ്ലിക് കീയോ കണ്ടതിന് ശേഷം വേറെ ഒരാൾക്കും മനസ്സിലാക്കാൻ സാധിക്കില്ല ഇതിൻ്റെ ഓണർ ഞാനാണ് എന്ന്. അപ്പോൾ 100 പേരും അവർക്ക് വേണ്ടി തന്നെ പ്രൈവറ്റ് കീയും പബ്ലിക് കീയും ഉണ്ടാക്കി. അപ്പോൾ അക്കൗണ്ട് സെറ്റപ്പ് ചെയ്തു. ഓൾറൈറ്റ്, അക്കൗണ്ട് സെറ്റപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അത് കഴിഞ്ഞ് നമുക്ക് വേണ്ടത് എന്താണ്? നമുക്കൊരു കറൻസി വേണം. പക്ഷേ കറൻസി സെറ്റപ്പ് ചെയ്യുന്നതിന് മുമ്പ് അതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യം നമുക്ക് വേണം. നമ്മൾ ഈ 100 പേരിനുള്ളിൽ നമ്മൾ ചെയ്യുന്ന ഓരോ ട്രാൻസാക്ഷനും അല്ലെങ്കിൽ ഓരോ ട്രാൻസ്ഫറും വെരിഫൈ ചെയ്യാനായിട്ട് ഒരാൾ വേണം. അതായത് ഞാൻ 64ാമത്തെ പേഴ്സൺ ആണ് എന്ന് കരുതുക. ഞാൻ 87ാമത്തെ ആളിന് കുറച്ച് പൈസ ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്താൽ അയാൾക്ക് റിസീവ് ചെയ്താൽ പോലും അയാൾ റിസീവ് ചെയ്തില്ല എന്ന് എൻ്റെ അടുത്ത് പറഞ്ഞാൽ ഒരു വലിയ പ്രോബ്ലം ആയിരിക്കും. അപ്പോൾ നമുക്ക് എന്താ ചെയ്യാൻ സാധിക്കുന്നത്? ഈ 100 പേരിൽ നിന്ന് ഒരാളെ ചൂസ് ചെയ്തിട്ട് എല്ലാ ട്രാൻസാക്ഷനും വെരിഫൈ ചെയ്യാനായിട്ട് അയാളെ ഏൽപ്പിക്കുക, അല്ലേ? റൈറ്റ്? നോ, നമുക്കത് ചെയ്യാൻ സാധിക്കില്ല. കാരണം അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ഈ സെൻട്രലൈസ്ഡ് സിസ്റ്റത്തിലേക്ക് തന്നെ തിരിച്ചു പോകുന്നത് പോലെ ആയിപ്പോകും. ആ ഒരാൾ ചിലപ്പോൾ കുറച്ച് ബയാസ് ഉള്ള ആളായിരിക്കാം, 87% കൂടെ നിൽക്കുന്ന ആളായിരിക്കാം. അതല്ലെങ്കിൽ അവർ ഒരു ദിവസം ലീവ് എടുത്തു കഴിഞ്ഞാൽ ട്രാൻസാക്ഷൻസ് നടക്കില്ല. അതല്ലെങ്കിൽ അവർക്ക് മിസ്റ്റേക്സ് ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. അതിനൊക്കെ മുകളിൽ അവർ നമ്മുടെ ഐഡൻറ്റിറ്റി മനസ്സിലാക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ 100 പേരിൽ ഒരാളെ ചൂസ് ചെയ്തിട്ട് ഈ ട്രാൻസാക്ഷൻസ് വെരിഫൈ ചെയ്യാനായിട്ട് ഏൽപ്പിക്കുക എന്ന് പറയുന്നത് നടക്കില്ല. സോ അതിൻ്റെ സൊല്യൂഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഈ 100 പേരുടെ ഇടയിൽ നടക്കുന്ന ഓരോ ട്രാൻസാക്ഷൻസും ഈ 100 പേരും വെരിഫൈ ചെയ്യും. അറ്റ്ലീസ്റ്റ് 51 പേരെങ്കിലും ഈ ട്രാൻസാക്ഷൻ വെരിഫൈ ചെയ്ത് ടിക്ക് ഇട്ടെങ്കിൽ മാത്രമേ അതൊരു പ്രോപ്പർ ട്രാൻസാക്ഷൻ ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കൂ. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്താണ്? ഒരു ബയസും നടക്കില്ല. അതായത് എനിക്കൊരു ഫേക്ക് ട്രാൻസാക്ഷൻ നടത്തണമെങ്കിൽ ഞാൻ 51 പേരെയെങ്കിലും ഇൻഫ്ലുവൻസ് ചെയ്തെങ്കിൽ മാത്രമേ എനിക്ക് ആ ട്രാൻസാക്ഷൻ നടത്താൻ സാധിക്കൂ. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. ഇനി ഇതിന് 2 ഡിസഡ്വാൻറ്റേജസ് ഉണ്ട്. ഞാൻ ബൈ മിസ്റ്റേക്ക് ഒരു ട്രാൻസാക്ഷൻ നടത്തി കഴിഞ്ഞാൽ ആ പണം നഷ്ടപ്പെട്ടു. കാരണം ഇവിടെ ഒരു കസ്റ്റമർ കെയറോ അതല്ലെങ്കിൽ എനിക്ക് കംപ്ലയിൻറ്റ് കൊടുക്കാനുള്ളൊരു സെല്ലോ അങ്ങനെ ഒന്നുമില്ല. ട്രാൻസാക്ഷൻ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധയോടുകൂടി ചെയ്യുക എന്ന് മാത്രമേ ഉള്ളൂ ഒരു ഓപ്ഷൻ. ഇനി രണ്ടാമത്തെ കാര്യം, പ്രൈവറ്റ് കീ. ഞാൻ ആദ്യം പറഞ്ഞ നമ്മുടെ പ്രൈവറ്റ് കീ അത് ഞാൻ മറന്നുപോയാൽ അല്ലെങ്കിൽ എൻ്റെ കയ്യിൽ നഷ്ടപ്പെട്ടു പോയാൽ എൻ്റെ അക്കൗണ്ടിലുള്ള എല്ലാ പൈസയും എനിക്ക് നഷ്ടപ്പെട്ടു. കാരണം ബാങ്കിൽ നമുക്ക് ഇതേപോലെ എന്തെങ്കിലും സംഭവിച്ചാൽ നമുക്ക് അവരെ സമീപിച്ചു കഴിഞ്ഞാൽ അവർ പലതരത്തിലുള്ള ഹെൽപ്പ് നമുക്ക് തരും. ഇവിടെ ഒരു സെൻട്രലൈസ്ഡ് സിസ്റ്റം ഇല്ലാത്തതുകൊണ്ട് തന്നെ എൻ്റെ പ്രൈവറ്റ് കീ എന്ന് പറയുന്നത് 100% എൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്. അത് ഞാൻ മറന്നുപോയാൽ എൻ്റെ പണം നഷ്ടപ്പെട്ടു. ഓൾറൈറ്റ്, അപ്പോൾ നമ്മൾ 100 പേര് ചേർന്ന് ഇത്രയും കാര്യങ്ങൾ സെറ്റപ്പ് ചെയ്തു. എന്നിട്ട് നമ്മൾ നമ്മുടെ ഈ നെറ്റ്വർക്കിന് ഒരു പേര് കൊടുത്തു. ഫോർ എക്സാമ്പിൾ സ്റ്റാർ വാർസ് നെറ്റ്വർക്ക്. ഇനി എന്താണ്? ട്രാൻസാക്ഷൻ നടത്താനായിട്ട് നമുക്ക് കറൻസി ആവശ്യമാണ്. നമ്മൾ 100 പേർക്കും ഓരോ കറൻസി അല്ലെങ്കിൽ ഓരോ കോയിൻ വീതം കൊടുത്തു. ആ കോയിന് നമ്മളിട്ട പേരെന്താണ്? സ്റ്റാർ വാർസ് കോയിൻ. അപ്പോൾ നമ്മൾ തുടങ്ങിയ സമയത്ത് ടോട്ടൽ 100 പേരുണ്ട്. ഈ 100 പേർക്കും ഓരോ കോയിൻ വീതം ഉള്ളത് കൊണ്ട് തന്നെ ടോട്ടൽ 100 കോയിൻസ് ഉണ്ട്.
ഇനി നമ്മൾ നമ്മുടെ ഈ നെറ്റ്വർക്ക് നമ്മൾ ഓപ്പൺ ആക്കി കൊടുക്കുകയാണ്. ആർക്കും വന്ന് നമ്മുടെ ഈ നെറ്റ്വർക്കിലേക്ക് ജോയിൻ ചെയ്യാം. പക്ഷേ ജോയിൻ ചെയ്യുന്ന സമയത്ത് അവർക്ക് ഒരു പ്രൈവറ്റ് കീയും പബ്ലിക് കീയും സ്വന്തമായിട്ട് ഉണ്ടാക്കണം, അത്രമാത്രം. അതിനുശേഷം അവർക്ക് നമ്മുടെ നെറ്റ്വർക്കിൽ വന്ന് ജോയിൻ ചെയ്യാം. പക്ഷേ അവർ ഇനി വന്ന് ജോയിൻ ചെയ്യുന്ന സമയത്ത് അവർക്ക് ഫ്രീ ആയിട്ട് കോയിൻ കിട്ടില്ല. നമ്മൾ നേരത്തെ പറഞ്ഞ ട്രാൻസാക്ഷൻ വെരിഫൈ ചെയ്യുന്ന ഒരു പ്രോസസ്സ് ഉണ്ട്. അത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. പക്ഷേ നമ്മൾ ഇത്രമാത്രം മനസ്സിലാക്കിയാൽ മതി. ആ ട്രാൻസാക്ഷൻ വെരിഫൈ ചെയ്യുന്ന ആ പ്രോസസ്സ് അത് അവർ സക്സസ്ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത് അവർക്ക് നമ്മൾ ഒരു 0.5, അതായത് ഹാഫ് കോയിൻ നമ്മൾ അവർക്ക് റെമ്യൂണറേഷൻ ആയിട്ട് കൊടുക്കും. അതായത് ഒരു ട്രാൻസാക്ഷൻ അവർ വെരിഫൈ ചെയ്യുന്ന സമയത്ത് അവർക്ക് 0.5, അതായത് ഹാഫ് കോയിൻ നമ്മൾ റെമ്യൂണറേഷൻ ആയിട്ട് കൊടുക്കും. സോ ഫോർ എക്സാമ്പിൾ, ഒരു ട്രാൻസാക്ഷൻ നമ്മുടെ ഈ ഒരു നെറ്റ്വർക്കിൽ നടന്നു കഴിഞ്ഞാൽ ഒരു ഹാഫ് കോയിൻ കൂടെ അവിടെ ഉണ്ടായി. അങ്ങനെ ടോട്ടൽ കോയിൻസ് എത്രയാവും? 100.5 കോയിൻസ് ആയിരിക്കും നമ്മുടെ നെറ്റ്വർക്കിൽ ഇപ്പോൾ ഉള്ളത്. അങ്ങനെയാണ് പുതിയ പുതിയ കോയിൻസ് നമ്മുടെ ഈ നെറ്റ്വർക്കിലേക്ക് ആഡഡ് ആയിട്ട് വരുന്നത്. നമ്മളെല്ലാവരും ബിറ്റ് കോയിൻ മൈനിങ് എന്ന് കേട്ടിട്ടുണ്ടായിരിക്കും. എക്സാക്ട്ലി ഇതുപോലല്ല നടക്കുന്നതെങ്കിലും സിമ്പിളായിട്ട് നമുക്ക് അതിൻ്റെ ഐഡിയ മനസ്സിലാക്കാനായിട്ട് ഇത്ര അറിഞ്ഞിരുന്നാൽ മതി. അപ്പോൾ ഇങ്ങനെ ഒരു പ്രോസസ്സ് ചെയ്യുന്നതുകൊണ്ട് നമുക്കുണ്ടാകുന്ന ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 കാര്യങ്ങളാണ്. ഒന്ന്, നമ്മൾ കറൻസീസ് പ്രിൻറ്റ് ചെയ്യുന്നത് പോലെ തന്നെ പുതിയ കറൻസീസ് അല്ലെങ്കിൽ പുതിയ കോയിൻസ് നമ്മുടെ നെറ്റ്വർക്കിലേക്ക് ആഡഡ് ആയിട്ട് വരും. അതാണ് ഒരു അഡ്വാൻറ്റേജ്. രണ്ടാമത്തെ അഡ്വാൻറ്റേജ് എന്താണ്? ഓരോ ട്രാൻസാക്ഷനും വെരിഫൈ ചെയ്യാനായിട്ടും നമുക്ക് ഇതേ കാര്യം ഉപയോഗിക്കാം. ഇപ്പോൾ മെജോറിറ്റി ഓഫ് ആളുകൾക്കും ഇപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടായിരിക്കും ഞാനിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരുന്ന ഈ സ്റ്റാർ വാർസ് നെറ്റ്വർക്ക് എന്ന് പറയുന്നത് ആക്ച്വലി ബിറ്റ് കോയിൻ എന്ന് പറയുന്ന നെറ്റ്വർക്കിനെ പറ്റി തന്നെ ആയിരുന്നു എന്ന്. ഓൾറൈറ്റ്, നമ്മുടെ ഇമാജിനേഷനൊക്കെ അടിപൊളിയായിരുന്നു. നമ്മളിപ്പോൾ 100 പേരേ ഉള്ളൂ എന്ന് കരുതുക. എല്ലാവർക്കും ഓരോ പുസ്തകവും ഓരോ പേനയും ഉണ്ടെങ്കിൽ നമുക്ക് ഈ ട്രാൻസാക്ഷൻസ് ഒക്കെ വെരിഫൈ ചെയ്യാം, ട്രാൻസാക്ഷൻസ് ഒക്കെ ഡീൽ ചെയ്യാനായിട്ട് എളുപ്പമായിരിക്കും. പക്ഷേ നമ്മുടെ ഈ നെറ്റ്വർക്ക് ഗ്രോ ചെയ്ത് 1000, 10,000, ലക്ഷക്കണക്കിന് ആളുകളായി കഴിഞ്ഞാൽ ഈ ബുക്കും പേനയും എടുത്തുകൊണ്ട് ചെയ്യുക എന്ന് പറയുന്ന പരിപാടി ഒരിക്കലും നടക്കില്ല. അതിന് അപ്രോപ്രിയേറ്റ് ആയിട്ട് ഇത് പ്രോപ്പറായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ടെക്നോളജി നമുക്ക് ആവശ്യമാണ്. 1991 ഡിജിറ്റൽ ഡാറ്റയെ ടൈം സ്റ്റാമ്പ് ചെയ്യാനായിട്ട് യൂസ് ചെയ്തിരുന്നൊരു ടെക്നോളജി ഉണ്ടായിരുന്നു. 2009 ആദ്യമായിട്ട് ബിറ്റ് കോയിൻ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ടെക്നോളജി യൂസ് ചെയ്തിട്ടാണ് ബിറ്റ് കോയിൻ ഡെവലപ്പ് ചെയ്തത്. ആ ടെക്നോളജിയുടെ പേരാണ് ബ്ലോക്ക് ചെയിൻ. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു ടെക്നോളജിയാണ്. ഞാൻ ഒരുപാട് പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കുകയോ കൺഫ്യൂസ് ചെയ്യിക്കുന്നില്ല. പക്ഷേ ഈ ടെക്നോളജിയെ പറ്റി കൂടുതൽ അറിയാൻ താല്പര്യമുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഈ ടെക്നോളജി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. കൃത്യം അത് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ഞാൻ 6 മിനിറ്റ് ആയിരിക്കും എടുക്കുന്നത്. സോ അത് കേൾക്കാൻ നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ നിങ്ങൾ ഈ വീഡിയോയുടെ അടുത്ത അത്രയും മിനിറ്റ് സ്കിപ്പ് ചെയ്ത് കളയുക. ഓൾറൈറ്റ്, നമുക്ക് ബ്ലോക്ക് ചെയിൻ ടെക്നോളജി എന്താണ് എന്നും നോക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തത് നമ്മളൊരു ട്രാൻസാക്ഷൻ ചെയ്യുവാണെങ്കിൽ ആ ട്രാൻസാക്ഷൻ പിന്നീട് വേറെ ആർക്കും ചേഞ്ച് ചെയ്യാൻ സാധിക്കരുത്. അതിനുശേഷം വരുന്ന ട്രാൻസാക്ഷൻ അതിനോട് ചേർന്ന് മുമ്പോട്ട് പൊക്കോണ്ടിരിക്കണം. എപ്പോൾ വേണമെങ്കിലും നമുക്ക് തിരിച്ചു ചെന്ന് ഏതൊരു ട്രാൻസാക്ഷൻ ചെക്ക് ചെയ്യാൻ സാധിക്കണം. അതിനോട് കൂടെ തന്നെ ഒരാൾക്കും തിരിച്ചു ചെന്നിട്ട് ഒരു ട്രാൻസാക്ഷനും ചേഞ്ച് ചെയ്യാൻ സാധിക്കരുത്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് വേണ്ടത്. ഇത് എങ്ങനെയാണ് ബ്ലോക്ക് ചെയിൻ ടെക്നോളജി കൊണ്ട് നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്നതെന്ന് നമുക്ക് നോക്കാം. നിങ്ങളിത് ഇപ്പോൾ ഇവിടെ കാണുന്ന യൂട്യൂബിൽ കിടക്കുന്ന ഈ ഒരു വീഡിയോ ഞാൻ റെഫർ ചെയ്തിട്ടുണ്ട്. ബ്ലോക്ക് ചെയിനെ പറ്റി മനസ്സിലാക്കാനായിട്ട് ഏതൊരാൾക്കും കാണാൻ പറ്റുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് ആളുകൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ കുറച്ച് ബിറ്റ്സ് ആൻഡ് പീസസ് ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി അതല്ല നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് ആ വീഡിയോ കാണണമെങ്കിൽ അത് പോയി കാണാം. അതൊരു അമേസിംഗ് വീഡിയോ ആണ്. എനിവേ, ഞാൻ ബ്ലോക്ക് ചെയിൻ എന്താണ് എന്നൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. അതിന്റെ പേര് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് പോലെ തന്നെ ഒരു വലിയ ചെയിൻ ഓഫ് ബ്ലോക്സിനെയാണ് നമ്മൾ ബ്ലോക്ക് ചെയിൻ എന്ന് പറയുന്നത്. ഓരോ ബ്ലോക്കിനകത്തും കുറച്ച് ഇൻഫർമേഷൻസ് കാണും. അതൊരു ഡിസ്ട്രിബ്യൂട്ടഡ് ലെഡ്ജർ ആണ്. ലെഡ്ജർ എന്ന് പറഞ്ഞാൽ എന്താണ്? അക്കൗണ്ടിങ് ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു പുസ്തകമാണല്ലേ. ആ പുസ്തകത്തിൽ ഓരോ കാര്യങ്ങളും ഓരോ ട്രാൻസാക്ഷൻസും ഇങ്ങനെ താഴെ നമ്മൾ എഴുതി വെക്കും. അപ്പോൾ അതിന്റെ ഒരു ഡിജിറ്റൽ വെർഷൻ ആണ് ഇത്. അതുകൊണ്ടാണ് നമ്മൾ അതിനെ ലെഡ്ജർ എന്ന് വിളിക്കുന്നത്. പക്ഷേ എന്തുകൊണ്ടാണ് ഡിസ്ട്രിബ്യൂട്ടഡ് ലെഡ്ജർ? നമ്മൾ നേരത്തെ പറഞ്ഞു ഈ നെറ്റ്വർക്കിലേക്ക് ആര് വന്ന് ജോയിൻ ചെയ്താലും ഈ ഹോൾ ട്രാൻസാക്ഷൻ അല്ലെങ്കിൽ ഹോൾ ബ്ലോക്ക് ചെയിന്റെ ഒരു കോപ്പി നമ്മൾ അവർക്ക് കൊടുക്കുമെന്ന്. അപ്പോൾ അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുവാണ്. ഈ ലെഡ്ജർ അതിന്റെ ഒരു കോപ്പി എടുത്തിട്ട് നമുക്ക് എല്ലാവർക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നതാണ് നമ്മൾ ഇതിനെ ഡിസ്ട്രിബ്യൂട്ടഡ് ലെഡ്ജർ എന്ന് പറയുന്നത്. ഈ ബ്ലോക്ക് ചെയിന്റെ ഏറ്റവും വലിയൊരു മേജർ പ്രോപ്പർട്ടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു തവണ ഒരു ബ്ലോക്ക് ക്രിയേറ്റ് ചെയ്ത് അതിൽ ഇൻഫർമേഷൻ വന്നു കഴിഞ്ഞാൽ അത് ചേഞ്ച് ചെയ്യുക എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് ഇമ്പോസിബിൾ ആണ്. ഇമ്പോസിബിൾ ആണെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ ഒരുപാട് ഡിഫിക്കൽട്ട് ആണ്. അപ്പോൾ അതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നമുക്ക് നോക്കാം. നമുക്ക് ബ്ലോക്ക് ചെയിനിലെ ഒരു ബ്ലോക്ക് എടുത്തു നോക്കാം. ഓരോ ബ്ലോക്കിനകത്തും 3 കാര്യങ്ങളാണ് അടങ്ങിയിട്ടുള്ളത്. ഒന്ന്, ആ ബ്ലോക്കിന്റെ ഹാഷ്. 2, കുറച്ച് ഇൻഫർമേഷൻ. 3, പ്രീവിയസ് ബ്ലോക്കിന്റെ ഹാഷ്. അപ്പോൾ ഈ ഹാഷ് എന്താണെന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ അതിനു മുമ്പ് ഞാൻ പറഞ്ഞു ഈ ഒരു ബ്ലോക്കിനകത്ത് കുറച്ച് ഇൻഫർമേഷൻ ഉണ്ടായിരിക്കുമെന്ന്. അതിലുണ്ടായിരിക്കുന്ന ഇൻഫർമേഷൻ ഡിപ്പെൻഡ് ചെയ്യുന്നത് അത് ഏത് ബ്ലോക്ക് ചെയിൻ ആണ് എന്നുള്ളതിലാണ്. ഇപ്പോൾ ബിറ്റ് കോയിൻ ആണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ ട്രാൻസാക്ഷനെ സംബന്ധിച്ചുള്ള ഇൻഫർമേഷൻ ആയിരിക്കും അതിനകത്തുള്ളത്. മറ്റേതെങ്കിലും ഒരു ക്രിപ്റ്റോ കറൻസി ആണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ ആ ബ്ലോക്കിലുള്ള ഇൻഫർമേഷൻ ഡിഫറൻ്റ് ആയിരിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ബിറ്റ് കോയിൻ ആണെങ്കിൽ അതിനകത്ത് എന്തായിരിക്കും? ആ ട്രാൻസാക്ഷനെ പറ്റി ആയിരിക്കും. ആരാണ് സെൻഡർ, ആരാണ് റിസീവർ, എത്ര എമൗണ്ട് ആണ് ട്രാൻസാക്ട് ചെയ്തത് എന്നുള്ള ഇൻഫർമേഷൻസ് ഒക്കെ ആയിരിക്കും അതിലുണ്ടാകുന്നത്. ഇനി ഹാഷിനെ പറ്റി പറയാം. ഈ ഹാഷ് എന്ന് പറയുന്നത് ഒരു ഫിംഗർ പ്രിന്റ് പോലെയാണ്. ആ ഒരു ബ്ലോക്കിനെയും അതിലുള്ള ഇൻഫർമേഷനെയും കൂടെ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് ഉള്ള ഒരു സംഭവമാണ് ഈ ഹാഷ് എന്ന് പറയുന്നത്. അത് യുണീക്കാണ്. കുറച്ച് ഇൻഫർമേഷൻ വെച്ച് ഒരു ബ്ലോക്ക് ക്രിയേറ്റ് ചെയ്യുമ്പോൾ തന്നെ ഹാഷും ക്രിയേറ്റഡ് ആവും. ആ ബ്ലോക്കിലുള്ള എന്തെങ്കിലും ഒരു കാര്യം ചേഞ്ച് ചെയ്താൽ, ഫോർ എക്സാമ്പിൾ അതിലുള്ള ഇൻഫർമേഷന് ചെറിയൊരു ഡിഫറൻസ് എങ്കിലും വന്നാൽ ഈ ഹാഷ് ചേഞ്ച് ആവും. അതാണ് ഞാൻ പറഞ്ഞത്, അത് യുണീക്കാണ്. അത് ഫിംഗർ പ്രിന്റ് പോലെയാണ്. ഒരു ബ്ലോക്ക് ക്രിയേറ്റ് ചെയ്തു, അതിലൊരു ഇൻഫർമേഷൻ ഉണ്ടെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് അതിന്
ഒരു ഹാഷ് മാത്രമേ കാണൂ. ഹാഷ് മാറുവാണെങ്കിൽ അതിന്റെ അർത്ഥം ആ ബ്ലോക്ക് മൊത്തത്തിൽ മാറി എന്നാണ്. ആൻഡ് ഈ ബ്ലോക്കിലുള്ള മൂന്നാമത്തെ കാര്യം പ്രീവിയസ് ബ്ലോക്കിന്റെ ഹാഷ്. നമ്മൾ പറഞ്ഞു ഈ ബ്ലോക്ക് ചെയിൻ എന്ന് പറയുന്നത് കുറെ ബ്ലോക്സിന്റെ ചെയിൻ ആണെന്ന്. അപ്പോൾ ഒരു ബ്ലോക്കിൽ രണ്ട് ഇൻഫർമേഷൻ നമ്മളിപ്പോൾ ഓൾറെഡി കണ്ടു. അതിന്റെ തന്നെ ഹാഷ്, അതായത് അതിന്റെ തന്നെ ഫിംഗർ പ്രിന്റ്, അതിലുള്ള ഇൻഫർമേഷൻ, അതിനോട് കൂടെ തന്നെ അതിന്റെ തൊട്ട് മുമ്പിലുള്ള ബ്ലോക്കിന്റെ ഹാഷും ഈ ബ്ലോക്കിൽ കാണും. ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ഇപ്പോൾ ഇവിടെ 3 ബ്ലോക്ക് കാണാം. ഓരോ ബ്ലോക്കിനും ഹാഷ് ഉണ്ട്. അതിനോട് കൂടെ തന്നെ അതിന് പ്രീവിയസ് ആയിട്ടുള്ള ബ്ലോക്കിന്റെ ഹാഷും ആ ഉണ്ട്. അതുകൊണ്ട് തന്നെ മൂന്നാമത്തെ ബ്ലോക്ക് രണ്ടാമത്തെ ബ്ലോക്ക് ഏതാണ് എന്ന് നമുക്ക് കാണിച്ചു തരും. രണ്ടാമത്തെ ബ്ലോക്ക് ഒന്നാമത്തെ ബ്ലോക്ക് ഏതാണെന്ന് നമുക്ക് കാണിച്ചു തരും. അതേപോലെ 1000 ബ്ലോക്ക് ഉണ്ടെങ്കിലും ഓരോ ബ്ലോക്കും അതിന് തൊട്ട് മുമ്പിലത്തെ ബ്ലോക്ക് ഏതാണ് എന്ന് നമുക്ക് കാണിച്ചു തരും. ഈ ആദ്യം ഇരിക്കുന്ന ബ്ലോക്കിന് ഇങ്ങനെ കാണിച്ചു തരാൻ അതിന് പ്രീവിയസ് ആയിട്ടൊരു ബ്ലോക്ക് ഇല്ല. അപ്പോൾ ആദ്യത്തെ ബ്ലോക്ക് ഒരു സ്പെഷ്യൽ കേസ് ആണ്. അതിനെ ജെനസിസ് ബ്ലോക്ക് എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ ആ 100 പേരുടെ എക്സാമ്പിൾ പറഞ്ഞില്ലേ, നമ്മൾ ആ ഒരു എക്സാമ്പിൾ ട്രാൻസാക്ഷൻ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ ഓരോ ബ്ലോക്കിലും ഉണ്ടാകുന്ന ഇൻഫർമേഷൻ എന്താണ്? ഈ 53ാമത്തെ ആൾ 43ാമത്തെ ആളിന് 0.02 കോയിൻ ട്രാൻസ്ഫർ ചെയ്തു. ഇങ്ങനത്തെ ഇൻഫർമേഷൻ ആയിരിക്കും ഇതിനകത്ത് ഉണ്ടാകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ മൂന്നാമത്തെ ബ്ലോക്ക് അതിനകത്തുള്ള ഇൻഫർമേഷൻ ടാമ്പർ ചെയ്യാൻ നമ്മൾ ശ്രമിച്ചെന്ന് കരുതുക. അപ്പോൾ അതിലുള്ള ഇൻഫർമേഷൻ നമ്മൾ ചേഞ്ച് ചെയ്ത അപ്പോൾ തന്നെ എന്ത് സംഭവിക്കും? അതിന്റെ ഫിംഗർ പ്രിന്റ്, അതായത് അതിന്റെ ഹാഷ് അപ്പോൾ തന്നെ ചേഞ്ച് ആവും. അപ്പോൾ മൂന്നാമത്തെ ബ്ലോക്കിന്റെ ഹാഷ് ചേഞ്ച് ആയി കഴിഞ്ഞാൽ ഈ 4ാമത്തെ ബ്ലോക്ക് പോയിന്റ് ചെയ്യുന്നത് 3ാമത്തെ ബ്ലോക്കിലേക്കായിരിക്കും. പക്ഷേ ആ ഹാഷും 3ാമത്തെ ബ്ലോക്കിന്റെ ഹാഷും മാച്ച് ചെയ്യില്ല. അങ്ങനെ 3ാമത്തെ ബ്ലോക്കിന് ശേഷമുള്ള എല്ലാ ബ്ലോക്കും ഇൻവാലിഡ് ആയി. പക്ഷേ നമ്മുടെ കയ്യിൽ ഒരു സൂപ്പർ കമ്പ്യൂട്ടർ ഉണ്ടെങ്കിൽ വിത്തിൻ മില്ലി സെക്കൻഡ്സ് ഹൺഡ്രഡ്സ് ആൻഡ് തൗസൻഡ്സ് ഓഫ് ഹാഷസ് ക്രിയേറ്റ് ചെയ്ത് ഈ ബ്ലോക്കിനെ മൊത്തം റീബിൽഡ് ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെ നമ്മുടെ ഈ ഒരു ബ്ലോക്ക് ചെയിനെ മൊത്തം വാലിഡ് ആക്കി തിരിച്ച് കൊണ്ടുവരാനും സാധിക്കും. അപ്പോൾ പിന്നെ എന്താണ് നമ്മൾ ഇതൊക്കെ ചെയ്തതിന്റെ പ്രയോജനം? എങ്ങനെയാണ് നമുക്ക് ഇതിനെ ടാമ്പർ പ്രൂഫ് ആക്കാൻ സാധിക്കുന്നത്? 2 വഴിയിൽ കൂടാണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പോൾ ഒന്നാമത്തത് നമ്മൾ ആദ്യം സംസാരിച്ചതുപോലെ തന്നെ ആരെങ്കിലും പുതിയതായിട്ട് നമ്മുടെ ഈ ഒരു നെറ്റ്വർക്കിലേക്ക് ജോയിൻ ചെയ്യുവാണെങ്കിൽ നമ്മൾ ഈ ഫുൾ ബ്ലോക്ക് ചെയിൻ്റെ കോപ്പി അവർക്ക് കൊടുക്കും. അപ്പോൾ നമ്മൾ ഇതിനെയാണ് പിയർ ടു പിയർ നെറ്റ്വർക്ക് എന്ന് പറയുന്നത് എന്നൊക്കെ നമ്മൾ നേരത്തെ സംസാരിച്ചു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു ചെയിനിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരാളുടെ കയ്യിലുള്ള ഒരു ചെയിനിലെ മൊത്തം ബ്ലോക്കും മാറ്റി എന്ന് വെച്ചിട്ട് ബാക്കിയുള്ളവർ എല്ലാ ആളുകളുടെയും കയ്യിലെ ബ്ലോക്ക് മാറില്ല. ഇനി രണ്ടാമത്തെ മാർഗം, അതിനെയാണ് നമ്മൾ പ്രൂഫ് ഓഫ് വർക്ക് എന്ന് പറയുന്നത്. ഈ ബ്ലോക്ക് ക്രിയേറ്റ് ചെയ്യുന്ന ഈ ഒരു മെക്കാനിസത്തിനെ സ്ലോ ഡൗൺ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ഈ പ്രൂഫ് ഓഫ് വർക്ക് എന്ന് പറയുന്നത്. ബിറ്റ്കോയിൻ ഏകദേശം 10 മിനിറ്റ് ആണ് ഒരു പുതിയ ബ്ലോക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് എടുക്കുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ പറയുമ്പോൾ ഒരു ബ്ലോക്ക് ടാമ്പേർഡ് ആയി കഴിഞ്ഞാൽ അവിടുന്ന് അങ്ങോട്ട്, അതായത് മുമ്പോട്ടുള്ള എല്ലാ ബ്ലോക്സും റീക്രിയേറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അതിന് എടുക്കുന്ന സമയം ഒരുപാട് കൂടുതലായിരിക്കും. അത്രയും സമയം സ്പെൻഡ് ചെയ്ത് ഇതെല്ലാം റീക്രിയേറ്റ് ചെയ്യാനായിട്ട് ആർക്കും സാധിക്കില്ല. അത് ഓൾമോസ്റ്റ് ഇമ്പോസിബിൾ ആണ്. ഇനി നമുക്കൊന്ന് നോക്കാം പുതുതായിട്ട് ഒരു ബ്ലോക്ക് ക്രിയേറ്റ് ചെയ്താൽ എന്താണ് സംഭവിക്കുന്നതെന്ന്. ആ പുതുതായിട്ട് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ആ ബ്ലോക്ക് നമ്മുടെ ഈ നെറ്റ്വർക്കിലുള്ള എല്ലാവർക്കും സെൻഡ് ചെയ്ത് കൊടുക്കും. എല്ലാ ആളുകൾക്കും വെരിഫൈ ചെയ്യാം ഇത് ടാമ്പേർഡ് അല്ല എന്ന്. അപ്പോൾ ഇതിലെ 51% ഓഫ് നോട്ട്സ് എങ്കിലും ഇതിന് അഗ്രി ചെയ്താൽ, അല്ലെങ്കിൽ അവരെല്ലാവരും ഒരു കൺസെൻസസിൽ വന്നാൽ മാത്രമേ ഈ ഒരു ബ്ലോക്കിനെ ഈ ഒരു ചെയിനിലേക്ക് ആഡ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എനിക്ക് ഒരു ഫേക്ക് ആയിട്ടുള്ള ഒരു ട്രാൻസാക്ഷൻ നടത്തിയിട്ട് ഈ ബ്ലോക്കിലേക്ക് ആഡ് ചെയ്യണമെങ്കിൽ നമ്മുടെ ഈ ഹോൾ നെറ്റ്വർക്കിലുള്ള 51% കമ്പ്യൂട്ടറിനെ അല്ലെങ്കിൽ 51% നോട്ട്സിനെയും ഞാൻ ഹാക്ക് ചെയ്യേണ്ടതായിട്ട് വരും, വിച്ച് ഇസ് ഇമ്പോസിബിൾ. കൂടുതൽ ഓട്ടോമേഷൻസ് പല ബ്ലോക്ക് ചെയിൻ നെറ്റ്വർക്സിലേക്ക് ആഡഡ് ആയിട്ട് വരുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ സ്മാർട്ട് കോൺട്രാക്ട് എന്ന് പറയുന്ന ഒരു ടെക്നോളജി. അപ്പോൾ അതൊക്കെ കുറച്ചുകൂടെ ഹൈ ലെവലാണ്. നമുക്ക് അതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഭാവിയിൽ മറ്റൊരു വീഡിയോയിൽ ചെക്ക് ചെയ്യാം. അപ്പോൾ ഞാൻ ഇപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്തതാണ് ദ ഹോൾ പ്രോസസ് ഓഫ് ക്രിപ്റ്റോ, അതല്ലെങ്കിൽ മേജർലി ബിറ്റ്കോയിൻ. ഈ ചെയിൻ എന്ന് പറയുന്നത് ആകെ ബിറ്റ്കോയിന് മാത്രമൊന്നുമല്ല, സിമിലർ ആയിട്ടുള്ള നെറ്റ്വർക്ക് വേറെ ഒരുപാട് ക്രിപ്റ്റോയ്ക്കുണ്ട്. ചെയിനെയാണ് നമ്മൾ ബ്ലോക്ക് ചെയിൻ നെറ്റ്വർക്ക് എന്ന് വിളിക്കുന്നത്. ആൻഡ് ഓരോ നെറ്റ്വർക്കിലും ഉള്ള നേറ്റീവ് ആയിട്ടുള്ള കോയിൻസ് ഉണ്ട്, നമ്മൾ നേരത്തെ കണ്ടതുപോലെ. അതിനെയാണ് നമ്മൾ ക്രിപ്റ്റോ കോയിൻസ് എന്ന് വിളിക്കുന്നത്. ഇപ്പോൾ BTC എന്ന് പറയുന്ന നെറ്റ്വർക്ക് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അവിടുത്തെ നേറ്റീവ് കോയിൻ ആണ് ബിറ്റ്കോയിൻ. ഇത്തേറിയം എന്ന് പറയുന്ന നെറ്റ്വർക്ക് എടുത്തു കഴിഞ്ഞാൽ അവിടുത്തെ നേറ്റീവ് കോയിൻ ആണ് ഈത്തർ. പക്ഷേ അപ്പോൾ ഈ കോയിൻ ഉണ്ടാക്കുക എന്ന് പറയുന്നത് അത്ര വലിയ ബുദ്ധിമുട്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോയിൻ ഉണ്ടാക്കാൻ, ഒരു ക്രിപ്റ്റോ കോയിൻ ഉണ്ടാക്കാൻ അത്ര വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. എനിക്കും നിങ്ങൾക്കും ഒക്കെ ഈസി ആയിട്ട് ഒരു ക്രിപ്റ്റോ കോയിൻ ഉണ്ടാക്കാൻ സാധിക്കും. പക്ഷേ ഒരു നെറ്റ്വർക്ക് പ്രോഗ്രാം ചെയ്തെടുക്കുക എന്ന് പറയുന്നതാണ് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യം. അപ്പോൾ നമ്മൾ ഈ ലോകത്ത് കാണുന്ന എല്ലാ ക്രിപ്റ്റോ കോയിൻസിനും സ്വന്തമായിട്ട് ഒരു നെറ്റ്വർക്ക് ഇല്ല. പകുതി കൂടുതൽ കോയിൻസ് അല്ലെങ്കിൽ 3/4 കോയിൻസും ഷെയർ ചെയ്യുന്നത് മറ്റേതെങ്കിലുമൊക്കെ നെറ്റ്വർക്ക്സ് ആയിരിക്കും. ചിലർക്ക് പാർഷ്യലായിട്ട് ഉപയോഗിക്കും, ചിലർ ഫുൾ ആയിട്ട് അതേ സെയിം നെറ്റ്വർക്ക് തന്നെ ആയിരിക്കും യൂസ് ചെയ്യുന്നത്. അതിനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ ഇത്തേറിയത്തിന്റെ എക്കോസിസ്റ്റമാണ് നമ്മുടെ USDC, USDT, അതല്ലെങ്കിൽ ഷീബ ഈനു എന്നൊക്കെ നമ്മൾ പറയുന്ന ഈ കോയിൻസ് എല്ലാം യൂസ് ചെയ്യുന്നത് ഈ ഇത്തേറിയത്തിന്റെ എക്കോസിസ്റ്റം തന്നെയാണ്. പുതിയ ടെക്നോളജീസിലേക്ക് വീണ്ടും ജേർണി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത്തേറിയം എന്ന് പറയുന്നത് ബിറ്റ്കോയിൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഒരു ക്രിപ്റ്റോ ആണ്. ഇത്തേറിയം കുറച്ച് ക്രൗഡഡ് ആയപ്പോഴത്തേക്ക് അതിനേക്കാളും ഫാസ്റ്ററും അതിനേക്കാളും പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്നതായിട്ടുള്ള മറ്റ് ക്രിപ്റ്റോസ് ഡെവലപ്പായി. അങ്ങനെ പുതിയ കാര്യങ്ങൾ, പുതിയ ടെക്നോളജി ഇൻകോർപ്പറേറ്റ് ചെയ്തും ഇപ്പോൾ ഓൾറെഡി ഉള്ള ക്രിപ്റ്റോയെ കുറച്ചും കൂടെ ബെറ്റർ ആക്കിക്കൊണ്ടും പുതിയ ക്രിപ്റ്റോയും പുതിയ നെറ്റ്വർക്ക്സും ഒക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ അത്രയും ഡീറ്റെയിൽ ആയിട്ടൊന്നും ഇതിനെപ്പറ്റി നോക്കുന്നില്ല. അപ്പോൾ ഫോർ ബിഗിനേഴ്സ് അത്യാവശ്യം എന്താണ് ക്രിപ്റ്റോ, എന്താണ് ബ്ലോക്ക് ചെയിൻ എന്ന് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി ഞാൻ പറഞ്ഞ പോലത്തെ നമ്മുടെ രണ്ടാമത്തെ കാര്യം, സ്റ്റോക്ക് മാർക്കറ്റിനെ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ
നോക്കുമ്പോൾ ക്രിപ്റ്റോ കറൻസി ബെറ്റർ ആണോ? ഞാൻ കുറച്ച് റീസൺസ് പറയാം എന്തുകൊണ്ടാണ് ക്രിപ്റ്റോ കറൻസി സ്റ്റോക്ക് മാർക്കറ്റിനേക്കാളും ബെറ്റർ ആവുന്നത് എന്ന്. ഒന്നാമത് പൊട്ടൻഷ്യലി ഹൈ റിട്ടേൺ. ഇപ്പോൾ ക്രിപ്റ്റോയിലേക്ക് നമ്മൾ എൻ്റർ ചെയ്യുന്ന സമയത്ത് നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിന്റെ അത്രയും സാച്ചുറേറ്റഡ് ആയിട്ടുള്ള ഒരു മാർക്കറ്റ് അല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രോപ്പർ ആയിട്ടുള്ള കോയിൻ ലോങ് ടേം ഹോൾഡ് ചെയ്യുവാണെങ്കിൽ കൂടുതൽ റിട്ടേൺസ് കിട്ടാനുള്ള ചാൻസസ് ഉണ്ട്. അറ്റ് ദ സെയിം ടൈം നമ്മുടെ ധാരണകൾ തെറ്റി നമ്മൾ റോങ് ആയിട്ടുള്ള സ്ഥലത്താണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് എങ്കിൽ നമുക്ക് പണം മുഴുവൻ നഷ്ടപ്പെടാനുള്ള ചാൻസസും ഉണ്ട്. അപ്പോൾ ഏതൊരു ഇൻവെസ്റ്റ്മെൻറ്റും പോലെ തന്നെ ഹൈ റിട്ടേൺസിനുള്ള ചാൻസസ് ഉള്ളതുകൊണ്ട് തന്നെ വലിയ ലോസിനും ഉള്ള ചാൻസസ് ക്രിപ്റ്റോയിലുണ്ട്. അത് മാത്രമല്ല ക്രിപ്റ്റോ റിലേറ്റീവ്ലി യങ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഏർലി എൻട്രി കിട്ടുവാണെന്നുണ്ടെങ്കിൽ ഒരുപാട് മെച്ചം ഉള്ള ഒരു കാര്യം കൂടാണ് ക്രിപ്റ്റോ. ഇനി രണ്ടാമത് ഗ്ലോബൽ ആക്സസിബിലിറ്റി. ഇപ്പോൾ നിങ്ങൾ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്, നിങ്ങൾക്ക് ഇന്ത്യയിൽ ഒരു ഡിമാറ്റ് അക്കൗണ്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഡിമാറ്റ് അക്കൗണ്ട് വെച്ചിട്ട് US സ്റ്റോക്സ് വാങ്ങിക്കാൻ സാധിക്കില്ല. നിങ്ങൾ അതിൻ്റേതായിട്ടുള്ള ആപ്സിൽ രജിസ്റ്റർ ചെയ്യണം, അതല്ലെങ്കിൽ US തന്നെയുള്ള ഏതെങ്കിലും ഒരു ആപ്പിൽ രജിസ്റ്റർ ചെയ്യണം, അതല്ലെങ്കിൽ ഇന്ത്യയിലുള്ള ഏതെങ്കിലും ഒരു US സ്റ്റോക്സ് വാങ്ങിക്കാൻ സപ്പോർട്ട് ചെയ്യുന്ന മറ്റൊരു ആപ്പിൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്യണം. ഇനി US നിങ്ങൾ വാങ്ങിച്ചു, അതല്ല നിങ്ങൾ കാനഡയിലെ അല്ലെങ്കിൽ ലണ്ടനിലെ സ്റ്റോക്സ് നിങ്ങൾക്ക് വാങ്ങിക്കണം, അല്ലെങ്കിൽ ഓസ്ട്രേലിയൻ ഷെയർസ് നിങ്ങൾക്ക് വാങ്ങിക്കണമെങ്കിൽ നിങ്ങൾ ഓരോ സമയത്തും ഇത് രജിസ്റ്റർ ചെയ്ത് പല സ്ഥലത്തായിട്ട് ഈ സ്റ്റോക്സ് വാങ്ങിച്ച് അക്യുമുലേറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. പക്ഷേ ക്രിപ്റ്റോ എന്ന് പറയുന്നത്, ഈ ബിറ്റ്കോയിൻ എന്ന് പറയുന്നത് ഇന്ത്യയിൽ കിട്ടുന്ന ബിറ്റ്കോയിനും US കിട്ടുന്ന ബിറ്റ്കോയിനും ഡിഫറൻ്റ് അല്ല, ഇതെല്ലാം ഒന്നാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളൊരു വലിയ പ്ലാറ്റ്ഫോമാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ലോകത്തിലെ ഏറ്റവും പ്രിഡോമിനൻ്റ് ആയിട്ട് നിൽക്കുന്ന ഏതൊരു ക്രിപ്റ്റോയും വാങ്ങിക്കാനായിട്ട് നിങ്ങൾക്ക് ആ ഒരു അക്കൗണ്ട് തന്നെ മതിയായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ ഗ്ലോബൽ ആക്സസിബിലിറ്റി എന്ന് പറയുന്നത്. ഇനി 24/7 നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യയിലെ സ്റ്റോക്ക് മാർക്കറ്റ് രാവിലെ കുറച്ച് സമയം മാത്രമേ ഉള്ളൂ, 9:15 തൊട്ട് വൈകിട്ട് 3 മണി വരെ. അറൗണ്ട് ആ സമയത്താണ് നമ്മുടെ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് ഉള്ളത്. നമ്മൾ US സ്റ്റോക്ക് മാർക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ അവിടുത്തെ പകൽ സമയത്താണ് അവിടുത്തെ സ്റ്റോക്ക് മാർക്കറ്റ് റൺ ചെയ്യുന്നത്. അതല്ലാത്ത സമയത്തൊന്നും ഇത് റൺ ചെയ്യുന്നില്ല. സ്പെസിഫിക്കലി ട്രേഡ് ചെയ്യാനായിട്ട് താല്പര്യപ്പെടുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഇത് കൂടുതൽ റെലവെൻ്റ് ആകുന്നത്. ഈ ക്രിപ്റ്റോ എന്ന് പറയുന്നത് 24/7 ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ട്രേഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഇന്ന രാജ്യത്തിൻ്റെ ടൈം സോണിൽ നിങ്ങൾക്ക് എണ്ണീറ്റിരിക്കുകയോ അങ്ങനെയൊന്നും വേണ്ട. നിങ്ങൾ ഏത് രാജ്യത്താണെങ്കിലും നിങ്ങൾക്ക് അവിടെ നിന്ന് ട്രേഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. പറയുമ്പോൾ ഇതിൻ്റെ അർത്ഥം സ്റ്റോക്ക് മാർക്കറ്റിനേക്കാളും എല്ലാ തരത്തിലും ബെറ്റർ ആയിട്ടൊരു സംഭവമാണ് ക്രിപ്റ്റോ എന്നാണോ? ഒരിക്കലല്ല. ക്രിപ്റ്റോയ്ക്ക് ക്രിപ്റ്റോയുടേതായിട്ടുള്ള പ്രോബ്ലംസ് ഉണ്ട്. ലാക്ക് ഓഫ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ, റെഗുലേറ്ററി റിസ്ക്, സെക്യൂരിറ്റി റിസ്ക്, ഹൈലി വോളറ്റൈൽ, ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷേ ഞാനിത് പറയുമ്പോൾ തന്നെ ഇതൊന്നും ഇല്ലാത്തതാണ് ക്രിപ്റ്റോയുടെ ഐഡന്റിറ്റി. ഇതൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് നമ്മൾ ക്രിപ്റ്റോ ഉണ്ടാക്കിയത്. അപ്പോൾ അതിനൊരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് കാണാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് കൺഫ്യൂസിംഗ് ആണ്. പക്ഷേ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഇതൊക്കെയാണ് ക്രിപ്റ്റോയുടെ ഡിസഡ്വാൻറ്റേജസ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. സോ അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ക്രിപ്റ്റോ ആണ് സ്റ്റോക്ക് മാർക്കറ്റിനേക്കാളും ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ നമുക്ക് ലോകത്തുള്ള എല്ലാവർക്കും എന്ന് നമുക്ക് പറയാൻ സാധിക്കുമോ? ഒരിക്കലും പറയാൻ സാധിക്കില്ല. ചില ആളുകൾക്ക് ചിലപ്പോൾ ബെറ്റർ ആയേക്കാം, പക്ഷേ അത് വളരെ റിലേറ്റീവ് ആണ്. ഇനി മൂന്നാമത്തത്, ഇഫ് ഡൺ റോങ്. നിങ്ങൾ തെറ്റായിട്ടാണ് ക്രിപ്റ്റോ കറൻസിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ ക്രിപ്റ്റോയിലെ തന്നെ ഏറ്റവും വലിയ ബിഗ് ഫിഷസിനെയൊക്കെ നിങ്ങൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ അവർ ഒരുപാട് പണം ഉണ്ടാക്കിയിട്ടുണ്ട്. അവർ പണം ഉണ്ടാക്കിയതിന് ശേഷം രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന ക്രിപ്റ്റോയിൽ ഏറ്റവും കൂടുതൽ കാശ് ഉണ്ടാക്കിയിട്ടുള്ള ആളുകൾ ക്രിപ്റ്റോ സ്കാമേഴ്സ് ആണ്. അതായത് ക്രിപ്റ്റോയിൽ പറ്റിപ്പ് നടത്തി ജീവിക്കുന്ന ആളുകളാണ്. ഫെഡറൽ ട്രേഡ് കമ്മീഷന്റെ 2021 കണക്കുകൾ പറയുന്നത് ഏകദേശം $1 ബില്യൺ മുകളിൽ ക്രിപ്റ്റോ സ്കാമേഴ്സ് മോഷ്ടിച്ചിട്ടുണ്ടെന്ന്. $1 ബില്യൺ എന്ന് പറഞ്ഞാൽ ഏകദേശം 8,500 കോടി രൂപ. അപ്പോൾ നമ്മൾ ചിന്തിക്കുമായിരിക്കും ഏതെങ്കിലും ഒരു സ്കാമിൽ ഞാൻ പെട്ടുകഴിഞ്ഞാൽ എൻ്റെ കയ്യിലുള്ള ക്രിപ്റ്റോ മുഴുവൻ നഷ്ടപ്പെടും എന്നുള്ളതാണ് എനിക്ക് വരാൻ പോകുന്ന ഏറ്റവും വലിയ നഷ്ടമെന്ന്. അത് മാത്രമല്ല, അതിനേക്കാളും വലിയ നഷ്ടങ്ങൾ ചിലപ്പോൾ വന്നേക്കാം. അത് ഈ കാണുന്ന ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഫിനാൻഷ്യൽ പ്രൊട്ടക്ഷൻ ആൻഡ് ഇന്നോവേഷൻ എന്ന് പറയുന്ന ഈ ഒരു വെബ്സൈറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ 178 റിപ്പോർട്ടഡ് സ്കാംസ് ക്രിപ്റ്റോ റിലേറ്റഡ് ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കും. നിങ്ങൾ ഓൾറെഡി ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന നിങ്ങളുടെ ക്രിപ്റ്റോ വിഡ്രോ ചെയ്യണമെങ്കിൽ 10% വിഡ്രോയൽ ഫീസ് തന്നാൽ മാത്രമേ തരാൻ പറ്റൂ എന്ന് പറഞ്ഞ് പറ്റിക്കുന്നു. ഇതല്ലാതെ മറ്റ് പലതരത്തിലും അവരെ മെന്റലി ഡെവാസ്റ്റേറ്റഡ് ആക്കുന്നു. പല ആപ്പുകളും അവരെ കൊണ്ട് ഇൻസ്റ്റാൾ ചെയ്തിട്ട് അവരുടെ പേഴ്സണൽ ഡാറ്റയും ഫോട്ടോസും വീഡിയോസും ഒക്കെ കൈക്കലാക്കിയിട്ട് അത് വെച്ചിട്ട് അവരെ ത്രട്ടൻ ചെയ്യുന്നു. നിങ്ങൾ തെറ്റായിട്ടുള്ള ഒരു വെബ്സൈറ്റിലാണ് ലോഗിൻ ചെയ്യുന്നതെങ്കിൽ ഇങ്ങനത്തെ പല കാര്യങ്ങളും നടക്കാനുള്ള ചാൻസസ് ഉണ്ട്. ഞാൻ ഈ പറഞ്ഞ ഈ വെബ്സൈറ്റിൽ കയറി നിങ്ങളിതൊക്കെ വായിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ പല തെറ്റുകളും അബദ്ധങ്ങളും സ്കാമിലും പെട്ടിരിക്കുന്ന ആളുകളുടെ കംപ്ലയിൻസ് നിങ്ങൾക്ക് അവിടെ കാണാം. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ പറഞ്ഞത്, കൃത്യമായിട്ടുള്ള രീതിയിൽ നമ്മൾ ക്രിപ്റ്റോയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തില്ലെങ്കിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്ത പണം മാത്രമല്ല നമ്മുടെ പ്രൈവസിയും നമ്മുടെ മനസ്സമാധാനവും നമ്മുടെ അക്കൗണ്ടിലുള്ള മൊത്തം പണവും ചിലപ്പോൾ നഷ്ടപ്പെട്ടേക്കാം. അപ്പോൾ ഇതിൻ്റെ അർത്ഥം നമ്മൾ ക്രിപ്റ്റോയിൽ നിന്ന് മാറി നിൽക്കണമെന്നാണോ? അങ്ങനെ മാറി നിൽക്കണമെന്നല്ല. സ്കാമേഴ്സ് എല്ലാ സെക്ടറിലും ഉണ്ട്. നമുക്ക് ക്രിപ്റ്റോ വാങ്ങിക്കാനുള്ള കൃത്യമായിട്ടുള്ള ലെജിറ്റ് ആയിട്ടുള്ള മാർഗ്ഗങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് ഈ വീഡിയോയുടെ അടുത്ത സെക്ഷനിൽ നോക്കാം. ഞാൻ പറഞ്ഞതിൻ്റെ ഐഡിയ റാൻഡമായിട്ടുള്ള വെബ്സൈറ്റ്സിൽ ചാടി കയറിയിട്ട് ക്രിപ്റ്റോ വാങ്ങിക്കുകയാണ്, അവിടെ വലിയ ലാഭം കിട്ടുമെന്ന് പറഞ്ഞ് വെബ്സൈറ്റിൽ സൈൻ ഇൻ ചെയ്ത് നമ്മുടെ ഇൻഫർമേഷൻ കൊടുക്കാതിരിക്കുക. ഇനി അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് ക്രിപ്റ്റോയിൽ എൻ്റർ ചെയ്യാൻ നമ്മൾ ലേറ്റ് ആയി പോയോ എന്നുള്ളതാണ്. ഇപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് ആളുകൾ ഇതുവരെ ക്രിപ്റ്റോയിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടില്ലായിരിക്കാം. അപ്പോൾ സ്വാഭാവികമായിട്ട് അവർ ചിന്തിക്കുന്ന കാര്യം ബിറ്റ്കോയിനൊക്കെ ഇപ്പോൾ ഒരുപാട് വിലയായി, അല്ലെങ്കിൽ ഇത്തേറിയത്തിന് ഇപ്പോൾ ഒരുപാട് വിലയായി, ഞാൻ ഇനി ഈ ക്രിപ്റ്റോ സ്പേസിലേക്ക് എൻ്റർ ചെയ്തിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ, ഇപ്പോൾ തന്നെ ഓൾറെഡി ലേറ്റ് ആയി പോയോ എന്ന് ചിന്തിച്ചേക്കാം. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അതിന് മറുപടിയായിട്ട് പറയാം, ക്രിപ്റ്റോയിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഏറ്റവും നല്ല സമയം 10 വർഷം മുമ്പായിരുന്നു എന്ന്. പക്ഷേ ആ ഒരു സ്റ്റേറ്റ്മെന്റ് നമ്മൾ ഇനി പറഞ്ഞിട്ട് പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മുടെ ഈ സ്റ്റോക്ക് മാർക്കറ്റ് നമ്മുടെ ഈ ലോകത്ത് വന്നിട്ട് തന്നെ 200 വർഷത്തിന് മുകളിൽ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാത്ത ആളുകളും നമ്മുടെ നാട്ടിലും ഈ ഭൂമിയിലും
പല സ്ഥലത്തായിട്ടുണ്ട്. സ്റ്റോക്ക് മാർക്കറ്റിൽ ട്രസ്റ്റ് ഡെവലപ്പ് ചെയ്തിട്ടില്ലാത്ത ആളുകൾ ഇപ്പോഴും ഉണ്ട്. അപ്പോൾ ഞാൻ പറയുന്നത് ഏതെങ്കിലും ഒരു അസറ്റ് ക്ലാസ്സിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതോ അതല്ലെങ്കിൽ അവിടെ നിന്ന് മാറി നിൽക്കുക എന്ന് പറയുന്നതോ ഒരു പേഴ്സണൽ ആയിട്ടുള്ള ചോയ്സ് ആണ്. അതുകൊണ്ട് തന്നെ 10 വർഷം മുമ്പ് ഇൻവെസ്റ്റ് ചെയ്യുന്നതായിരുന്നു നല്ലത് എന്ന് പറയുന്നതിൽ പ്രത്യേകിച്ച് ഒരു അർത്ഥമില്ല. പക്ഷേ എങ്കിലും നമുക്ക് താമസിച്ച് പോയോ, നമ്മൾ ക്രിപ്റ്റോയിലേക്ക് എൻ്റർ ചെയ്യാൻ ലേറ്റ് ആയി പോയോ എന്ന് നമ്പേഴ്സ് വെച്ച് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. നമുക്കറിയാം ഇപ്പോൾ തന്നെ തൗസൻഡ്സ് ഓഫ് ക്രിപ്റ്റോ കോയിൻസ് നിലവിലുണ്ട്. പക്ഷേ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്നത് ബിറ്റ്കോയിനും ഇത്തേറിയവുമാണ്. അപ്പോൾ ഈ ഒരു ആർട്ടിക്കിൾ ഒന്ന് നോക്കൂ. ജനുവരി 10, 2024 ബ്ലാക്ക് റോക്ക്, ഫിഡലിറ്റി പോലത്തെ വലിയ ഫിനാൻസ് കമ്പനീസ് ബിറ്റ്കോയിന്റെ ETF ലോഞ്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കൊടുത്തിട്ടുള്ള 11 പ്രൊപ്പോസൽസും അപ്രൂവ് ചെയ്തു എന്നുള്ളതാണ്. ഒരുപാട് പേർക്ക് ഇത് മനസ്സിലായില്ലായിരിക്കും അല്ലേ? ഞാൻ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. SEC എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ സെബി പോലെ, അതായത് സ്റ്റോക്ക് മാർക്കറ്റ് റെഗുലേറ്റ് ചെയ്യുന്ന സെബി പോലെ US-ലെ സ്റ്റോക്ക് മാർക്കറ്റ് റെഗുലേറ്റ് ചെയ്യുന്ന അതോറിറ്റിയാണ് SEC. ഇനി എന്താണ് ETF? ETF എന്ന് പറയുന്നത് മ്യൂച്വൽ ഫണ്ടുമായിട്ട് ഒരുപാട് സിമിലർ ആയിട്ടൊരു സംഭവം തന്നെയാണ്. പക്ഷേ മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്നത് ഈ സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്നും കുറച്ച് മാറി നിൽക്കുന്ന ഒരു എൻറ്റിറ്റിയാണ്. അത് നമുക്ക് ട്രേഡ് ചെയ്യാൻ സാധിക്കില്ല. നമുക്ക് ഒരു ദിവസം അതിനൊരു പ്രൈസ് കാണും, നമുക്കത് വാങ്ങിക്കാം. അടുത്ത ദിവസം മറ്റൊരു പ്രൈസ് കാണും, നമുക്ക് അതിന് വിൽക്കാം. പക്ഷേ ETF എന്ന് പറയുന്നത് മ്യൂച്വൽ ഫണ്ട് പോലെ തന്നെയാണ്. പക്ഷേ അത് സ്റ്റോക്ക് മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഒരു ദിവസം തന്നെ അതിന് പല പ്രൈസ് കാണും, നമുക്കത് വാങ്ങാം, വിൽക്കാം. മറ്റ് പല വ്യത്യാസങ്ങളും ഈ ETF മ്യൂച്വൽ ഫണ്ടും തമ്മിൽ ഉണ്ടെങ്കിലും നമ്മുടെ ഈ ഒരു കോണ്ടെക്സ്റ്റിൽ ഇത് മനസ്സിലാക്കാൻ ഇത്രമാത്രം അറിവ് ഉണ്ടായിരുന്നാൽ മതി. അപ്പോൾ ബിറ്റ്കോയിൻ ബേസ് ചെയ്തിട്ടുള്ള ഒരു ETF തുടങ്ങാനായിട്ട് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഫിനാൻസ് കമ്പനീസ് ആയിട്ടുള്ള ബ്ലാക്ക് റോക്കും ഫിഡലിറ്റി പോലത്തെ കമ്പനീസ് US-ലെ SECക്ക് 11 പ്രൊപ്പോസൽസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതായത് ഈ ഫിഡലിറ്റി, ബ്ലാക്ക് റോക്ക് പോലത്തെ വലിയ കമ്പനീസ് നമ്മുടെ ബിറ്റ്കോയിനെ ബേസ് ചെയ്തിട്ട് അവരൊരു ETF ഉണ്ടാക്കുകയാണ്. അതായത് ആ ETF-ന്റെ ബേസ് വാല്യൂ എന്ന് പറയുന്നത് തന്നെ ഈ ബിറ്റ്കോയിൻ ആണ്, ഈ ക്രിപ്റ്റോ കറൻസിയാണ്. അങ്ങനെ ഒരു ETF ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഇവർ SECക്ക് ഒരു ആപ്ലിക്കേഷൻ കൊടുത്തു. പല കമ്പനീസ് ആയിട്ട് കൊടുത്ത 11 ആപ്ലിക്കേഷനാണ് SEC അപ്രൂവ് ചെയ്തത്. ഇത് സംഭവിച്ചത് ജനുവരി 10, 2024, അതായത് ഈ വർഷമാണ്. ഇനി ഇതൊന്ന് കേട്ട് നോക്കൂ. ഈ ബിറ്റ്വൈസ് അസറ്റ് മാനേജ്മെന്റ് കമ്പനിയുടെ CIO മാറ്റ് ഹോഗൻ പറയുന്നത് ഇങ്ങനെയാണ്. Investors are coming into this market. I think the number is closer to 5 or 6 billion. It's the largest ETF launch in history. I think it's a huge success. And this is really only just the beginning. I'm anticipating that by the time we get to the end of 2025, we're talking 2 years, we're going to see total inflows of more than $150 billion. We're only at 5 right now. ഈ ബിറ്റ്കോയിൻ ETF-ലേക്ക് $150 ബില്യൺ ഒഴുക്ക് 2025 ഉണ്ടാകും എന്നാണ് അദ്ദേഹം പറയുന്നത്. പക്ഷേ ഇദ്ദേഹത്തിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഇന്റർവ്യൂവർ അപ്പം തന്നെ ചോദിക്കുന്നുണ്ട്, ഈ $150 ബില്യൺ എന്ന് പറയുന്നത് ഒരു വലിയ ക്ലെയിം അല്ലേ, അത്രയൊക്കെ നടക്കാനുള്ള ചാൻസസ് ഉണ്ടോ എന്ന്. What is going to propel? That's a big claim. That's a big number. What's going to propel that? It really isn't all that big when you do the simple arithmetic. Individual investment advisors, independents, those that are operating their own firms, collectively manage around $8 trillion in assets, and 3/4 of them in every industry survey done by DAC-FP as well as by Bitwise all show that 3/4 of advisors say that they're going to allocate to these ETFs and that their average allocation is going to be about 2.5% of assets. Do the arithmetic. $8 trillion times 77% times 2.5% is $150 billion worth of flows, and that's just independent advisors. It excludes the wirehouses, it excludes the regional broker dealers, it excludes the institutional investors. അദ്ദേഹം പറയുന്നത് ഈ DAC-FP, ബിറ്റ്വൈസ് ഇവരെ പോലുള്ള ആളുകൾ നടത്തിയ ഒരു സർവേയിൽ കണ്ടെത്തിയ കാര്യം, ഇൻഡിവിജ്വൽ ആയിട്ട് നടത്തുന്ന ഫിനാൻഷ്യൽ ഫേംസ് അവർ മാനേജ് ചെയ്യുന്നത് ഏകദേശം $8 trillion ആണ്. ഈ ഇൻഡിവിജ്വൽ ഫേംസ് ഒക്കെ ഈ ബിറ്റ്കോയിൻ ETF-ലേക്ക് കുറച്ച് എങ്കിലും അവരുടെ പണം അലോക്കേറ്റ് ചെയ്യും എന്നാണ് പറയുന്നത്. ആവറേജ് അലോക്കേഷൻ 2.5% എങ്കിലും കാണും എന്നും ഇവർ പറയുന്നുണ്ട്. ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിനും റീജിയണൽ ബ്രോക്കേഴ്സിനും ഒക്കെ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇതിനേക്കാളൊക്കെ ഒരുപാട് കൂടുതലായിരിക്കും എന്നും അദ്ദേഹം പറയുന്നുണ്ട്. ബിറ്റ്കോയിൻ മാത്രമല്ല, ഇത്തേറിയത്തിന്റെ ETF ലോഞ്ച് ചെയ്യുന്ന പ്രോസസ്സുകളും പല കമ്പനീസായിട്ട് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ക്രിപ്റ്റോയിലോട്ട് എൻ്റർ ചെയ്യാൻ ലേറ്റ് ആയി പോയോ എന്ന് എൻ്റെ അടുത്ത് ആരെങ്കിലും ചോദിച്ചാൽ ഇതിന് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ഒരു ദിവസം മുഴുവൻ വേണമെങ്കിൽ പല നമ്പേഴ്സ് കാണിച്ച് എനിക്ക് സംസാരിക്കാം. പക്ഷേ ഐ ഹോപ്പ് ഞാൻ എന്താണ് പറയാൻ ശ്രമിക്കുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ പേഴ്സണലി വിശ്വസിക്കുന്നത് ക്രിപ്റ്റോ എന്ന് പറയുന്ന ആ ഒരു അസറ്റ് ക്ലാസ് ഇപ്പോഴും അതിൻ്റെ 1, 2, 3 അല്ലെങ്കിൽ മാക്സിമം പോയാൽ ഒരു 5% ഗ്രോത്തിൽ താഴെയാണ് ഇപ്പോഴും നിൽക്കുന്നത് എന്നാണ്. ഈ വരുന്ന ഡെക്കേഡ്സിൽ ഇതിൻ്റെ ഗ്രോത്ത് അമേസിംഗ് ആയിട്ട് മുമ്പോട്ട് പോകും എന്നുമാണ് പേഴ്സണലി ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ കരുതുന്നത് മേജർ ഗ്രോത്ത്, ഈ ക്രിപ്റ്റോയിൽ സംഭവിക്കാൻ പോകുന്ന മേജർ ഗ്രോത്ത് ഇനി മുമ്പോട്ട് സംഭവിക്കാൻ പോകുന്നതേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ള ആളുകളാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും ലേറ്റ് അല്ല എന്ന്
എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. പിന്നെ അത് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഏതൊരു അസറ്റ് ക്ലാസ്സിലും ഇൻവെസ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഒരാളുടെ പേഴ്സണൽ ചോയ്സ് ആണ്. അവരാണ് റിസർച്ച് ചെയ്ത് കണ്ടെത്തേണ്ടത് അവർ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യണോ വേണ്ടയോ എന്നുള്ളത്. ഞാൻ എൻ്റെ ഒപ്പീനിയൻ ആണ് പറഞ്ഞത്. നിങ്ങൾക്ക് ഉറപ്പായിട്ടും നിങ്ങളുടെ ഒപ്പീനിയൻ താഴെ ഞാനുമായിട്ട് ഷെയർ ചെയ്യാം. വാലിഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും അതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ പഠിക്കാൻ സാധിക്കും. ഇനി അഞ്ചാമത് നമ്മൾ നോക്കാൻ പോകുന്ന കാര്യം ഹൗ ടു ബൈ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഈ കാര്യങ്ങളൊക്കെ വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. നമ്മൾ ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആക്കാതെ ക്രിപ്റ്റോ വാങ്ങിക്കുന്ന ഒരു പ്ലാൻ മുമ്പോട്ട് വയ്ക്കുന്നതായിരിക്കും നല്ലത്. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് എന്തൊക്കെ മാർഗ്ഗങ്ങളാണ് ക്രിപ്റ്റോ വാങ്ങിക്കാനായിട്ടുള്ളത്? ഒരുപാട് ടൈപ്സ് ഓഫ് ക്രിപ്റ്റോ വാളറ്റ്സ് ഇപ്പൊ തന്നെ അവൈലബിൾ ആണ്. ക്രിപ്റ്റോ വാളറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പേഴ്സ്, നമ്മൾ കൈ വെക്കുന്ന നമ്മുടെ പണം ഇട്ട് വെക്കുന്ന പേഴ്സ്, അതിനെയാണ് വാളറ്റ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ക്രിപ്റ്റോ സ്റ്റോർ ചെയ്ത് വെക്കാനും നമുക്ക് വാളറ്റ്സ് യൂസ് ചെയ്യാം. പക്ഷേ ഒബ്വിയസ്ലി ക്രിപ്റ്റോ എന്ന് പറയുന്നത് ഒരു ഫിസിക്കൽ ആയിട്ടുള്ള സംഭവം അല്ലാത്തതുകൊണ്ട് തന്നെ ഈ വാളറ്റും ഡിജിറ്റൽ തന്നെ ആയിരിക്കും. എല്ലായ്പ്പോഴും വാളറ്റ്സ് ഡിജിറ്റൽ അല്ല, ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യാം. പക്ഷെ നമ്മൾ എല്ലാ ദിവസവും യൂസ് ചെയ്യുന്ന നമ്മുടെ വാളറ്റ്സുമായിട്ട് ക്രിപ്റ്റോ വാളറ്റ്സിനെ നമ്മൾ കമ്പയർ ചെയ്താൽ അതിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. നമ്മുടെ മറ്റുള്ള വാളറ്റ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മുടെ പണം അല്ലെങ്കിൽ നമ്മുടെ കറൻസി നോട്ട് അതിലിട്ട് വയ്ക്കാനായിരിക്കും. അതല്ലെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ക്രെഡിറ്റ് കാർഡ് അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ യൂസ് ചെയ്യാനായിരിക്കും നമ്മുടെ വാളറ്റ് ഉപയോഗിക്കുന്നത്. പക്ഷേ ക്രിപ്റ്റോ വാളറ്റ് ബേസിക്കലി നമ്മൾ യൂസ് ചെയ്യുന്നത് ഈ അഡ്രസ്സ് സൂക്ഷിച്ചു വെക്കാനായിട്ടാണ്. നമ്മൾ പ്രൈവറ്റ് കീ എന്താണ് എന്ന് ആദ്യം കണ്ടു. ഈ പ്രൈവറ്റ് കീ ആരും കാണാതെ ആർക്കും പബ്ലിക്കായിട്ട് കാണിച്ചു കൊടുക്കാതെ സ്റ്റോർ ചെയ്ത് വെക്കാനുള്ളൊരു മാർഗ്ഗമാണ് വാളറ്റ് എന്ന് പറയുന്ന ഒരു കാര്യം ബേസിക് ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ. നമുക്ക് വാളറ്റ്സിനെ കസ്റ്റോഡിയൽ വാളറ്റ്സ് എന്നും നോൺ കസ്റ്റോഡിയൽ വാളറ്റ്സ് എന്നൊക്കെ ക്ലാസിഫൈ ചെയ്യാം. അപ്പോൾ ഈ പ്രൈവറ്റ് കീ എന്ന് പറയുന്ന സാധനം എൻ്റെ കയ്യിൽ കിട്ടുകയാണ്, ഞാനാണ് അതിൻ്റെ സോൾ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കേണ്ടതെങ്കിൽ അതിനെ നമുക്ക് സെൽഫ് കസ്റ്റോഡിയൽ വാളറ്റ് എന്നോ അല്ലെങ്കിൽ നോൺ കസ്റ്റോഡിയൽ വാളറ്റ് എന്നോ വിളിക്കാം. പക്ഷേ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഏതെങ്കിലുമൊക്കെ വെബ്സൈറ്റിൽ കയറി അവിടെ ലോഗിൻ ചെയ്ത് നമ്മുടെ KYC ഒക്കെ കൊടുത്ത് നമ്മൾ രജിസ്റ്റർ ചെയ്ത് നമ്മൾ വെക്കും. അവിടെ നമുക്ക് പ്രൈവറ്റ് കീ കിട്ടിയെന്ന് വരില്ല. ആ ഒരു എക്സ്ചേഞ്ച് ആണ് പ്രൈവറ്റ് കീ ഹോൾഡ് ചെയ്യുന്നത്. അവർ നമ്മുടെ ബിഹാഫിൽ നമുക്ക് വേണ്ടി ക്രിപ്റ്റോ വാങ്ങിച്ച് സൂക്ഷിച്ചു വെക്കും. നമുക്ക് വേണ്ടി വാങ്ങിച്ച് വെക്കുന്നുണ്ട് എന്നുള്ളൊരു എഗ്രിമെന്റ് മാത്രമാണ് നമ്മളും അവരും തമ്മിലുള്ളത്. ഈ പ്രൈവറ്റ് കീ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടുന്നില്ല. ഇങ്ങനെയുള്ളതാണ് കസ്റ്റോഡിയൽ വാളറ്റ്സ് എന്ന് പറയുന്നത്. നമ്മൾ ഈ കോയിൻ ബേസ് പോലത്തെ ഏറ്റവും വലിയ ക്രിപ്റ്റോ എക്സ്ചേഞ്ച് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ ഇവരൊക്കെ കസ്റ്റോഡിയൽ വാളറ്റ്സ് ആണ്. ഈ രണ്ട് ക്ലാസിഫിക്കേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ബേസ്ഡ് ഓൺ ഓണർഷിപ്പ് ആണ്. ആരാണ് ഈ പ്രൈവറ്റ് കീ ഹോൾഡ് ചെയ്യുന്നത് എന്നുള്ള ഒരു ബേസിസിലാണ് ഈ ക്ലാസിഫിക്കേഷൻ വരുന്നത്. ഇനി എങ്ങനെയാണ് ഈ വാളറ്റ് ഇരിക്കുന്നത്, അതിന്റെ ഫോം എന്താണ് എന്നുള്ള രീതിയിൽ നമുക്ക് ഇതിനെ പലതരത്തിൽ ക്ലാസിഫൈ ചെയ്യാം. ഒന്നാമത് പേപ്പർ വാളറ്റ്. ഒരു പ്രിന്റഡ് ഷീറ്റിലോ ഒരു പ്രിന്റഡ് പേപ്പറിലോ അല്ലെങ്കിൽ മെറ്റലിൽ എൻഗ്രേവ് ചെയ്ത് വെച്ചിരിക്കുന്ന ടൈപ്പ് ഓഫ് വാളറ്റ്സ് ആണിത്. ആ മെറ്റലിൽ ചിലപ്പോൾ നമ്മുടെ പ്രൈവറ്റ് കീ എൻഗ്രേവ് ചെയ്ത് വെച്ചിരിക്കുകയായിരിക്കും. അതല്ലെങ്കിൽ ഒരു QR കോഡ് ആയിരിക്കാം. ഇത് ഫയറും വാട്ടറും ഒക്കെ റെസിസ്റ്റന്റ് ആയിരിക്കും, കാരണം അത് വെറും ഒരു മെറ്റലാണ്. ഇനി രണ്ടാമത്തെ തരത്തിലുള്ള ഒരു വാളറ്റ് ആണ് സോഫ്റ്റ്വെയർ വാളറ്റ്. വലിയൊരു ശതമാനം ആളുകൾ യൂസ് ചെയ്യുന്നത് ഈ സോഫ്റ്റ്വെയർ വാളറ്റ്സ് ആയിരിക്കും. അത് എപ്പോഴും ഇന്റർനെറ്റുമായിട്ട് കണക്റ്റഡ് ആയിരിക്കും. ഇതിന്റെ ഏറ്റവും വലിയ പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എപ്പോഴും ഇന്റർനെറ്റുമായിട്ട് കണക്റ്റഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഹാക്കിങ്ങിന്റെ ഒരു വൾണറബിലിറ്റി ഇവിടെ എപ്പോഴും ഉണ്ട്. അതാണ് ഈ സോഫ്റ്റ്വെയർ വാളറ്റിന്റെ ഏറ്റവും വലിയൊരു പ്രോബ്ലം. പക്ഷേ എപ്പോഴും ട്രേഡ് ചെയ്യുന്നതോ അല്ലെങ്കിൽ എപ്പോഴും ട്രാൻസാക്ഷൻ നടത്തുന്ന ആളുകളാണെങ്കിൽ അവർക്ക് സോഫ്റ്റ്വെയർ വാളറ്റ് തന്നെയാണ് ഏറ്റവും നല്ലത്. ഇനി മൂന്നാമത്തെ ടൈപ്പാണ് ഹാർഡ്വെയർ വാളറ്റ്. കുറച്ചു കാലം മുമ്പ് വരെ ഈ ഹാർഡ്വെയർ വാളറ്റ് എന്ന് പറയുന്നത് നമുക്ക് ഏത് കമ്പനിയുടെ എടുത്തു കഴിഞ്ഞാൽ ഒരു പെൻഡ്രൈവ് പോലെ ആയിരുന്നു ഇരുന്നിരുന്നത്. പക്ഷേ ഇപ്പോൾ നമുക്ക് വേരിയസ് ഫോംസിലും ഷേപ്സിലും ഒക്കെ നമുക്ക് കിട്ടും. അത് നമ്മുടെ കമ്പ്യൂട്ടറുമായിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നത് ചിലപ്പോൾ USB ആയിട്ടായിരിക്കാം, അല്ലെങ്കിൽ RFID പോലെ ആയിരിക്കാം, അല്ലെങ്കിൽ ബ്ലൂടൂത്ത് വെച്ചായിരിക്കാം. പല ടെക്നോളജീസ് വെച്ചിട്ട് നമുക്ക് നമ്മുടെ ഹാർഡ്വെയർ വാളറ്റ് നമ്മുടെ കമ്പ്യൂട്ടറുമായിട്ടോ ഇന്റർനെറ്റുമായിട്ടോ കണക്ട് ചെയ്യാൻ പറ്റുന്ന ടെക്നോളജീസ് ഒക്കെ ഇപ്പോൾ അവൈലബിൾ ആണ്. അപ്പോൾ എന്തെങ്കിലും ക്രിപ്റ്റോ വാങ്ങിച്ച് നമുക്ക് അതിലേക്ക് സൂക്ഷിക്കുന്ന സമയത്ത് നമുക്ക് ഇത് നമ്മുടെ കമ്പ്യൂട്ടറുമായിട്ട് കണക്ട് ചെയ്യുക അല്ലെങ്കിൽ ഇന്റർനെറ്റുമായിട്ട് കണക്ട് ചെയ്ത് സൂക്ഷിച്ച് അതിലേക്ക് സ്റ്റോർ ചെയ്ത് വെച്ചതിന് ശേഷം അത് ഊരി നമുക്ക് മാറ്റി ഇന്റർനെറ്റിൽ നിന്നും ഡിസ്കണക്ട് ചെയ്ത് മാറ്റി എവിടെയെങ്കിലും സൂക്ഷിച്ച് വെക്കാം. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ ഇതിന് ഹാക്കിംഗ് എന്ന് പറയുന്ന ഒരു വൾണറബിലിറ്റി അല്ലെങ്കിൽ ആ ഒരു ട്രബിൾ ഉണ്ടാവാൻ ചാൻസസ് ഇല്ല. അപ്പോൾ ഇത് ഇന്റർനെറ്റുമായിട്ട് കണക്റ്റഡ് അല്ലാത്തതുകൊണ്ട് നമ്മൾ ഇതിനെ കോൾഡ് വാളറ്റ് എന്നും വിളിക്കും. ഈ സോഫ്റ്റ്വെയർ വാളറ്റ്സിനെ, അതായത് ഇന്റർനെറ്റുമായിട്ട് എപ്പോഴും കണക്ട് ആയിട്ടുള്ള വാളറ്റ്സിനെ നമ്മൾ ഹോട്ട് വാളറ്റ് എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഏത് വാളറ്റ് ആണ് ചൂസ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളിപ്പം ഇൻവെസ്റ്റ് ചെയ്തു, അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ക്രിപ്റ്റോ വാങ്ങിച്ചിട്ട് നിങ്ങൾ ലോങ് ടേം 10 ഇയേഴ്സിലേക്ക് അല്ലെങ്കിൽ 20 ഇയേഴ്സിലേക്ക് ഹോൾഡ് ചെയ്യാനാണ് ശ്രമിക്കുന്നതെങ്കിൽ എപ്പോഴും നിങ്ങൾക്ക് ഒരു ഹാർഡ്വെയർ വാളറ്റ് തന്നെ ആയിരിക്കും നല്ലത്. അത് കൂടുതൽ സെക്യൂർ ആയിരിക്കും, ഒരുപാട് സേഫ് ആയിരിക്കും. അത് നിങ്ങളുടെ കയ്യിൽ നിന്ന് ഹാക്ക് ചെയ്തുകൊണ്ട് പോകാൻ സാധിക്കില്ല. പക്ഷേ അത് എങ്ങനെയാണ് സൂക്ഷിക്കേണ്ടത് എന്നുള്ളത് നിങ്ങളുടെ തന്നെ റെസ്പോൺസിബിലിറ്റിയാണ്. നിങ്ങളുടെ കയ്യിൽ നിന്ന് അത് നഷ്ടപ്പെട്ടതിന് ശേഷം മറ്റാരോടും നിങ്ങൾക്ക് ചോദിക്കാൻ സാധിക്കില്ല. ഈ ഹാർഡ്വെയർ വാളറ്റിന്റെ ഏറ്റവും വലിയ പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കുറച്ച് എക്സ്പെൻസീവ് ആണ്. ഞാൻ ആദ്യം കാണിച്ച ഈ കാർഡ് ഇതൊരു ഹാർഡ്വെയർ വാളറ്റ് ആണ്. ഇതിന് ഏകദേശം 12,000 രൂപ നമ്മുടെ ആമസോണിൽ ഇപ്പോൾ വിലയുണ്ട്. ഇത് വെറും ഒരു ക്രെഡിറ്റ് കാർഡ് പോലെ, ക്രെഡിറ്റ് കാർഡിന്റെ സൈസ് മാത്രമുള്ള ഒരു ഹാർഡ്വെയർ വാളറ്റ് ആണ്. അതേപോലെ തന്നെ ക്രെഡിറ്റ് കാർഡിന്റെ തന്നെ സൈസിലുള്ള മറ്റൊരു വാളറ്റ് ആണ് ഇത്. ഒരു ക്രെഡിറ്റ് കാർഡിന്റെ ഷേപ്പിലാണെന്നുണ്ടെങ്കിൽ പോലും ഇതിൽ ഒരു സ്ക്രീൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇതിന് ഏകദേശം 12,000 രൂപ അടുപ്പിച്ച് വിലയുണ്ടാകും. ഇനി ക്രെഡിറ്റ് കാർഡ് പോലെ ഇരിക്കുന്ന ഒരു ഹാർഡ്വെയർ വാളറ്റ് അല്ല, നിങ്ങൾക്ക് കുറച്ചുകൂടെ ഫാൻസി ആയിട്ടുള്ള ഹാർഡ്വെയർ വാളറ്റ് വേണം എന്നുണ്ടെങ്കിൽ ഇത് ഫാൻസി മാത്രമല്ല, ഇത് വർക്ക് ചെയ്യുന്നത് പലതും പല ടെക്നോളജിയിലാണ്. നിങ്ങൾക്ക് ഒരു സ്മാർട്ട് ഫോൺ പോലെ ഇരിക്കുന്ന തന്നെ ഒരു ഹാർഡ്വെയർ വാളറ്റ് ആണെങ്കിൽ ഇത് അങ്ങനെ ഒരു ഹാർഡ്വെയർ വാളറ്റ് ആണ്. പക്ഷേ ഇതും അത്യാവശ്യം എക്സ്പെൻസീവ് ആണ്. ഇതിനും നമ്മുടെ നാട്ടിൽ ഏകദേശം 15,000 റുപ്പീസ് ഇതിനാവും. ഇനി നമ്മുടെ പ്രൈവറ്റ് കീ സൂക്ഷിച്ച് വെക്കാനായിട്ട് മാത്രമായിട്ട് നമുക്ക് ഇതുപോലത്തെ മെറ്റൽ കേസ് വാങ്ങിക്കാൻ കിട്ടുന്നതാണ്. ഈ മെറ്റൽ കേസിനും ഏകദേശം 7,000-8,000 രൂപ വിലയുണ്ട്. ഇതിനകത്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ഞാൻ എൻ്റെ
പ്രൈവറ്റ് കീ ഞാൻ മറച്ചു പിടിക്കുകയാണ്, അത് ഞാൻ നിങ്ങളെ കാണിക്കുന്നില്ല. നമുക്ക് ഓരോ നമ്പറായിട്ട് ഇതിനകത്തോട്ട് കയറ്റി വെച്ചിട്ട് ഇത് അടച്ച് വെച്ച് കഴിഞ്ഞാൽ തീ പിടിച്ചാലോ വെള്ളത്തിൽ പോയാലോ ഒന്നും ഒരു പ്രോബ്ലം സംഭവിക്കില്ല. ഇങ്ങനെ ഹാർഡായിട്ടുള്ള മെറ്റലായിട്ടുള്ള നമ്മുടെ പ്രൈവറ്റ് കീ സൂക്ഷിച്ച് വെക്കാനുള്ള മെറ്റൽ കേസ് വരെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. ഇതിന് ഏകദേശം 8000 രൂപയാണ്. ഇങ്ങനത്തെ ഹാർഡ്വെയർ വാളറ്റ്സ് എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് ഡീറ്റെയിൽഡ് ആയിട്ട് ഞാനൊരു വീഡിയോ ഉടൻ തന്നെ ഇറക്കുന്നതായിരിക്കും. എൻ്റെ കയ്യിലുള്ള എല്ലാ വാളറ്റ്സും ഞാൻ അതിൽ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്, എന്തൊക്കെയാണ് ബെനിഫിറ്റ്സ്, നിങ്ങൾക്ക് ഏതൊക്കെയാണ് ചൂസ് ചെയ്യാൻ പറ്റുന്നത് എന്നൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് ഞാനൊരു വീഡിയോ ഇറക്കും. ഈ വീഡിയോ റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ ഉടൻ തന്നെ ആ വീഡിയോയും ഞാൻ റിലീസ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് അവിടെ നിന്നും ഹാർഡ്വെയർ വാളറ്റ്സിനെ പറ്റി കൂടുതൽ മനസ്സിലാക്കാൻ പറ്റുന്നതാണ്, കൂടുതൽ ടെക്നോളജീസിനെ പറ്റി അറിയാൻ പറ്റുന്നതാണ്. വേണമെങ്കിൽ ഹാർഡ്വെയർ വാളറ്റും ഒരെണ്ണം പർച്ചേസ് ചെയ്യുന്ന കാര്യം കൺസിഡർ ചെയ്യാൻ പറ്റുന്നതാണ്. ഇതൊരു ബിഗിനേഴ്സ് വീഡിയോ ആയതുകൊണ്ടാണ് ഞാൻ ഹാർഡ്വെയർ വാളറ്റും അതിന്റെ ടെക്നോളജിയും ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ആ വീഡിയോ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാത്തത്. ഇനി ആറാമത്തത് ഗെയിം പ്ലാൻ. നമ്മൾ മിക്ക ആളുകളും പല ന്യൂസുകൾ ഇപ്പോൾ കാണാറുണ്ട്. ബിറ്റ്കോയിൻ ഏറ്റവും ഹൈ ലെവലിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്, നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ വാങ്ങിക്കാം, അതല്ലെങ്കിൽ ഇത്തേറിയം ഏറ്റവും ഹയസ്റ്റ് പോയിന്റിലേക്ക് ഇപ്പോൾ കയറിക്കൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ. ഇത് കേൾക്കുമ്പോൾ തന്നെ ആളുകളൊക്കെ ഒരുപാട് ട്രിഗേർഡ് ആയിട്ട് കൂടുതൽ ആളുകൾ ബിറ്റ്കോയിനിലോട്ട് ഇത്തേറിയത്തിലോട്ടൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാനും പറ്റും. ഫോർ ഷുവർ ദിസ് ഈസ് ദ വേഴ്സ്റ്റ് ഗെയിം പ്ലാൻ. ഇതാണ് ഏറ്റവും വേഴ്സ്റ്റ് ഗെയിം പ്ലാൻ. നിങ്ങൾ ഇതിനെപ്പറ്റി ഒട്ടും അവെയർ അല്ലാതെ വെറുതെ ഇങ്ങനെ ഇരിക്കും. പെട്ടെന്ന് എവിടെയെങ്കിലുമൊക്കെ വാർത്ത കേൾക്കും ബിറ്റ്കോയിൻ ഹയസ്റ്റ് പീക്കിലെത്തി, അതല്ലെങ്കിൽ ഇത്തേറിയം ഹയസ്റ്റ് പീക്കിലെത്തി, ഓടിപ്പോയി കുറച്ച് ബിറ്റ്കോയിനും ഇത്തേറിയം വാങ്ങിച്ച് കൈവരും. അപ്പോൾ ഞാൻ പറയുന്നത്, നിങ്ങൾ എപ്പോഴെങ്കിലും ഒരു ലോങ് ടേമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാനാണ് പ്ലാൻ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ഇതിന്റെ പ്രൈസിനെ പറ്റി ഒന്നും വറീഡാവണ്ട. നിങ്ങൾ എല്ലാ ആഴ്ചയിലും അല്ലെങ്കിൽ എല്ലാ 2 ആഴ്ച കൂടുമ്പോൾ അല്ലെങ്കിൽ എല്ലാ മാസവും കുറച്ച് എമൗണ്ടിന് നിങ്ങൾ ക്രിപ്റ്റോ വാങ്ങിച്ച് കയ്യിൽ സ്റ്റോർ ചെയ്ത് വെക്കുക. അപ്പോൾ ഞാൻ ഇനി പറയാൻ പോകുന്ന ഈ ഗെയിം പ്ലാനിലെ ഏത് ഗെയിം പ്ലാൻ നിങ്ങൾ ചൂസ് ചെയ്താലും ഒരു കാര്യം ഫോർ ഷുവർ ആണ്, ഇതെല്ലാവർക്കും ആപ്ലിക്കബിൾ അല്ല. നിങ്ങൾക്ക് ഇത് വേണമെന്നുണ്ടെങ്കിൽ പ്രോപ്പറായിട്ട് റിസർച്ച് നടത്തിയതിന് ശേഷം മാത്രം നിങ്ങൾ ഈ ഇൻവെസ്റ്റ്മെന്റിലേക്ക് കടക്കുക. ഒന്നാമത്തെ കാര്യം. ഇനി രണ്ടാമത്തെ കാര്യം, നിങ്ങൾ മേടിക്കാൻ തീരുമാനിക്കുന്നതിനേക്കാളും വളരെ ഇമ്പോർട്ടന്റ് ആണ് ഏത് മീഡിയത്തിൽ നിന്നാണ് നിങ്ങൾ വാങ്ങിക്കുന്നത്, എവിടെയാണ് നിങ്ങൾ സ്റ്റോർ ചെയ്ത് വെക്കുന്നത് എന്ന്. അതിന്റെ സേഫ്റ്റിയിൽ നിങ്ങൾ ഒരു തരത്തിലുള്ള കോംപ്രമൈസും ഒരു രീതിയിലും ചെയ്യാൻ പാടില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഈ പറയാൻ പോകുന്ന ഏതെങ്കിലും ഒരു ഗെയിം പ്ലാൻ പിക്ക് ചെയ്യുക. അത് മാത്രമല്ല, ക്രിപ്റ്റോയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പേ എല്ലാ ആളുകളും നമ്മുടെ അടുത്ത് പറയുന്നതാണ്, നിങ്ങൾ ലൂസ് ചെയ്യാൻ കംഫർട്ടബിൾ ആയിട്ടുള്ള പണം മാത്രം ക്രിപ്റ്റോയിൽ ഇൻവെസ്റ്റ് ചെയ്യുക എന്ന്. ലൂസ് ചെയ്യാൻ കംഫർട്ടബിൾ ആയിട്ടൊരു പണം എന്നൊരു പണം ഇല്ല എന്ന് നമുക്കറിയാം. പക്ഷേ അതിന്റെ അർത്ഥം നിങ്ങൾ ക്രിപ്റ്റോയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന മുഴുവൻ പണവും ഇന്ന് നഷ്ടപ്പെട്ടു പോയാൽ പോലും നിങ്ങൾക്ക് സർവൈവ് ചെയ്യാൻ പറ്റണം. കംഫർട്ടബിൾ ആയിട്ട് നിങ്ങൾക്ക് മുമ്പോട്ട് ജീവിക്കാൻ പറ്റണം. വീട് വെക്കാൻ വെച്ചിരിക്കുന്ന പൈസയോ അല്ലെങ്കിൽ കല്യാണം കഴിക്കാൻ വെച്ചിരിക്കുന്ന പൈസയോ ആഹാരം മേടിക്കാൻ വെച്ചിരിക്കുന്ന പൈസയോ ഒന്നും എടുത്തിട്ട് ക്രിപ്റ്റോയിൽ ഇൻവെസ്റ്റ് ചെയ്ത് ഒരു റിസ്കിലേക്ക് പോകാതിരിക്കാൻ ശ്രമിക്കുക. ഏതായാലും നമുക്ക് ഗെയിം പ്ലാൻ നോക്കാം. ഫസ്റ്റ് ഗെയിം പ്ലാൻ, ഓൺലി ബൈ ബിറ്റ്കോയിൻ ഓർ ഇത്തേറിയം. നിങ്ങൾ റിസർച്ച് ചെയ്ത് ഏത് പ്ലാറ്റ്ഫോമിൽ നിന്നാണ് നിങ്ങൾ വാങ്ങിക്കുന്നത് എന്ന് നിങ്ങൾ കണ്ടെത്തിയതിന് ശേഷം നിങ്ങൾ മറ്റൊരു തരത്തിലുള്ള റിസ്ക് എടുക്കേണ്ട. നിങ്ങൾ ബിറ്റ്കോയിൻ ഇത്തേറിയം മാത്രം വാങ്ങിക്കുക. ഇനി രണ്ടാമത്തത്, ബൈ ബിറ്റ്കോയിൻ അല്ലെങ്കിൽ ഇത്തേറിയം ETF. ഞാൻ ആദ്യം തന്നെ പറഞ്ഞു, US-ലെ പല ഫിനാൻസ് കമ്പനീസും ETF ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ആ ETF വാങ്ങിക്കാനുള്ള പല പ്ലാറ്റ്ഫോംസും ഇപ്പൊ ഇന്ത്യയിൽ തന്നെ അവൈലബിൾ ആണ്. അതല്ലെങ്കിൽ മിക്കവാറും അടുത്ത് തന്നെ നമ്മുടെ ഏതെങ്കിലുമൊക്കെ മ്യൂച്വൽ ഫണ്ട് കമ്പനീസും ഈ ബിറ്റ്കോയിനിലോ ഇത്തേറിയത്തിലോ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള മ്യൂച്വൽ ഫണ്ട്സ് ഇറക്കിയേക്കാം. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇത് കൺസിഡർ ചെയ്യാൻ പറ്റുന്നതാണ്. നിങ്ങൾ ഈ ഒരു സോഫ്റ്റ്വെയറിലേക്കോ അല്ലെങ്കിൽ ഈ ഒരു വാളറ്റ് ഒക്കെ സ്വന്തമായിട്ട് ഉണ്ടാക്കി, സോഫ്റ്റ്വെയർ വാളറ്റ് ആണെങ്കിലും ഹാർഡ്വെയർ വാളറ്റ് ആണെങ്കിലും ഇതൊക്കെ വാങ്ങിച്ച് ചെയ്യുന്ന കോംപ്ലിക്കേഷൻസ് ഒന്നും നിങ്ങൾക്ക് എടുക്കാൻ വയ്യ എന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ETF നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷേ ആസ് ഓഫ് നൗ നിങ്ങൾക്ക് ബിറ്റ്കോയിനിൽ ഇത്തേറിയത്തിൽ മാത്രമേ ഈ ETF വാങ്ങിക്കാനുള്ള ഓപ്ഷൻസ് ഉള്ളൂ. ഇപ്പൊ നിങ്ങൾ ETF ആണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ബിറ്റ്കോയിൻ മാത്രമേ ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കൂ. ഇനി മൂന്നാമത്തെ ഗെയിം പ്ലാൻ, ഇത് 100% ഹൈ റിസ്ക് ടേക്കേഴ്സിന് വേണ്ടിയിട്ടുള്ളതാണ്. പ്രോപ്പർ ആയിട്ട് റിസർച്ച് ചെയ്യുക, നല്ല കോയിൻസ് കണ്ടുപിടിക്കുക. നല്ല കോയിൻസ് എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത് എന്ന് പറഞ്ഞ് ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ആണെങ്കിൽ നിങ്ങൾ ആ വീഡിയോയും കാണുക. എക്സ്റ്റെൻസീവ് ആയിട്ട് റിസർച്ച് നടത്തിയിട്ട് നല്ല ക്രിപ്റ്റോ ആണെന്ന് തോന്നുന്ന കോയിൻസിൽ നിങ്ങൾ നിങ്ങളുടെ 30 to 40% ക്രിപ്റ്റോയിലേക്ക് മാറ്റി വെച്ചിരിക്കുന്ന പണം ഇൻവെസ്റ്റ് ചെയ്യുക. അപ്പോഴും ഞാൻ പറയുന്നത് നിങ്ങളുടെ 60 to 70% നിങ്ങൾ ബിറ്റ്കോയിനിലും ഇത്തേറിയത്തിലും ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ അതെല്ലാം പേഴ്സണൽ ചോയ്സ് ആണ്. നിങ്ങളാണ് ഡിസൈഡ് ചെയ്യേണ്ടത് നിങ്ങൾക്ക് എത്ര റിസ്ക് എടുക്കാം, എത്രത്തോളം നിങ്ങൾക്ക് മറ്റുള്ള കോയിൻസിലേക്ക് പോയി അവിടെ ഇൻവെസ്റ്റ്മെന്റ് നടത്താമെന്നുള്ളത് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. അപ്പോൾ ഇതാണ് ഞാൻ സജസ്റ്റ് ചെയ്യുന്ന 3 ഗെയിം പ്ലാൻ. ഓൾറൈറ്റ്, ഇനി ലാസ്റ്റ് കാര്യം, ആരാണ് ഒരു കാരണവശാലും ക്രിപ്റ്റോ വാങ്ങാൻ പാടില്ലാത്തത്? ഒന്നാമത്തെ ആൾ, നിങ്ങൾ ഇതുവരെ മറ്റൊരു ഇൻവെസ്റ്റ്മെന്റ് ചെയ്തിട്ടില്ല, ഈ ക്രിപ്റ്റോയിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഓവർ നൈറ്റ് കൊണ്ട് റിച്ച് ആവാനായിട്ട് നിങ്ങൾ ശ്രമിക്കുകയാണ്. ആരെങ്കിലുമൊക്കെ ഷീബ ഇനു എന്ന് പറയുമ്പോഴത്തേക്ക് ഓടി ഷീബ ഇനു കുറെ വാങ്ങിച്ചു വെക്കും. ആരെങ്കിലുമൊക്കെ വേറെ ഏതെങ്കിലും ഒരു കോയിൻ പറയുമ്പോഴത്തേക്ക് ഓടി വന്ന് അത് കുറെ വാങ്ങിച്ചു വെക്കും. ഓവർ നൈറ്റിൽ റിച്ച് ആവാൻ ശ്രമിക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ പേഴ്സണലി ക്രിപ്റ്റോ നിങ്ങൾക്കുള്ളതാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഈ ഒരു ഐഡിയോളജിയിൽ വിശ്വസിച്ച് മുമ്പോട്ട് ക്രിപ്റ്റോയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. ദാറ്റ്സ് കംപ്ലീറ്റ്ലി യുവർ ചോയ്സ്. പക്ഷേ ഞാനത് ഓപ്റ്റ് ചെയ്യുന്നില്ല. ഇനി രണ്ടാമത്തത്, ഏതെങ്കിലുമൊക്കെ യൂട്യൂബ് വീഡിയോസോ അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ റാൻഡം റിസർച്ചോ ചെയ്തിട്ട് കുറെ മീം കോയിൻസ് കണ്ടുപിടിച്ചിട്ട് ഒരു പ്രോപ്പർ റിസർച്ചും അതിന്റെ വൈറ്റ് പേപ്പർ പോലും ഡൗൺലോഡ് ചെയ്യാതെ വെറുതെ പോയി ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളുകൾ, നിങ്ങൾക്കും ക്രിപ്റ്റോ ഉള്ളതല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇനി മൂന്നാമത്തത്,
നിങ്ങളുടെ റിസ്ക് അപ്പറ്റൈറ്റ് വളരെ കുറവാണെങ്കിൽ, നിങ്ങൾക്ക് റിസ്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നത് വളരെ വളരെ കുറവാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ റിട്ടയർ ചെയ്യാൻ പോവാണ്, നിങ്ങളുടെ കയ്യിലിരിക്കുന്ന പണമൊന്നും നിങ്ങൾക്ക് നഷ്ടപ്പെടുത്താൻ താല്പര്യം ഇല്ലെങ്കിൽ ക്രിപ്റ്റോ അവോയ്ഡ് ചെയ്യുക. ഇനി നാലാമത്തത്, നിങ്ങൾ ഇന്നേ വരെ ഒരു ഡെറ്റ് ഫണ്ടിൽ പോലും ഇൻവെസ്റ്റ് ചെയ്തിട്ടില്ല. അതായത് മ്യൂച്വൽ ഫണ്ടിൽ ഒരു ഡെറ്റ് ഫണ്ടിൽ പോലും ഇന്നേ വരെ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടില്ല. നിങ്ങൾ ആദ്യമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നത്, ഫോർ എക്സാമ്പിൾ ആദ്യമായിട്ട് നിങ്ങൾക്ക് ജോലി കിട്ടി, നിങ്ങൾ ആദ്യമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നത് തന്നെ ക്രിപ്റ്റോയിലോട്ടാണെങ്കിൽ ഞാൻ പേഴ്സണലി സജസ്റ്റ് ചെയ്യുന്നത് നിങ്ങൾ മറ്റ് പല ഇൻവെസ്റ്റ്മെന്റ്സും കൂടെ ഒന്ന് കൺസിഡർ ചെയ്യുക. നിങ്ങളുടെ ടോട്ടൽ പോർട്ട്ഫോളിയോ, നിങ്ങൾ 100 രൂപയാണ് ടോട്ടൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വെച്ചിരിക്കുന്നതെങ്കിൽ 5 രൂപ നിങ്ങൾ ക്രിപ്റ്റോയിൽ ഇൻവെസ്റ്റ് ചെയ്യുക, ബാക്കി 95 രൂപയും മറ്റെവിടെയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് കുറച്ച് കംഫർട്ടബിൾ ആകുമ്പോൾ, കൂടുതൽ കോൺഫിഡൻസ് കിട്ടുന്നതിന് ശേഷം നിങ്ങൾക്ക് ഈ ക്രിപ്റ്റോയിലേക്കുള്ള ഇൻവെസ്റ്റ്മെന്റ് 5% എന്നുള്ളത് 10% ആക്കി മാറ്റാം, അത് 15% ആക്കി മാറ്റാം. അത് നിങ്ങളുടെ കോൺഫിഡൻസ് അനുസരിച്ച് നിങ്ങൾ കൂട്ടിക്കൊണ്ടുവരാം. തുടക്കം തന്നെ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ വെച്ചിരിക്കുന്ന 100 രൂപ എടുത്ത് ക്രിപ്റ്റോയിൽ ഇൻവെസ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് അത്ര ബുദ്ധിപരമായിട്ടൊരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഓൾ റൈറ്റ്, അപ്പോൾ ഞാൻ പ്രോമിസ് ചെയ്ത എല്ലാ കാര്യങ്ങളും ഞാൻ ഈ വീഡിയോയിൽ കൂടെ കവർ ചെയ്തു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇതൊരു ലോങ് സെഷൻ ആയിരുന്നു, എനിക്കറിയാം. ഓൾ റൈറ്റ്, അപ്പോൾ ഞാൻ വീണ്ടും പറയുകയാണ്, നിങ്ങൾ ഹാർഡ്വെയർ വാലറ്റ്സ് നിങ്ങൾ സീരിയസ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ കുറച്ച് ടെക്നോളജീസ് നിങ്ങളെ കാണിച്ചു തരുന്ന ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ കാണാൻ ശ്രമിക്കുക. അപ്പോൾ ക്രിപ്റ്റോയെ പറ്റി ഒരു ധാരണയില്ലാത്ത ആളുകൾക്ക് പോലും ഈ വീഡിയോയിൽ നിന്ന് കുറച്ചെങ്കിലും ഐഡിയ കിട്ടിയിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു.